Okay, welcome back to orientation program. നമ്മുടെ 10th ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ 4th സെഷൻ ആണ് ഇന്ന്. നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ സെഷൻസ് എല്ലാം മാക്സിമം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. കഴിഞ്ഞ 3 സെഷൻസിലായിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങൾ കഴിഞ്ഞ സെഷൻ നോക്കുവാണെങ്കിൽ ഇഗ്നോയുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരുന്ന ഒരു സെഷൻ ആയിരുന്നു. അതുപോലെ തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി എൻഗേജ്ഡ് ആവുന്ന ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ നമുക്ക് അവൈലബിൾ. നിങ്ങൾ എത്തി നിൽക്കുന്നത് നമ്മുടെ 4th സെഷൻ ആണ്, സിലബസ് ഡീകോഡിംഗ്. നിങ്ങളുടെ BBA ഇവിടെ നമ്മൾ ഇന്ന് ജോയിൻ ആയിട്ടുള്ളത് BBA ലേണേഴ്സ് ആണ്. സോ ഇന്ന് നമ്മൾ BBA സിലബസ് ഡീകോഡിംഗ് ആണ് ഈ ഒരു സെഷനിലൂടെ നോക്കുന്നത്. നമുക്ക് ഒരു ഫോർമൽ ആയിട്ട് വെൽക്കം പറയുകയാണെങ്കിൽ, എന്റെ പേര് ദുർഗ എന്നാണ്. ഞാൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആൻഡ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നു. സോ എന്നോടൊപ്പം നമ്മൾ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെയുള്ള അനുഷ്യ മാം എന്റെ കൂടെ ഉണ്ട്. അതോടൊപ്പം നമുക്ക് മുബീന മാം അവൈലബിൾ ആണ്. കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ ഗായത്രി മാം അവൈലബിൾ ആണ്. സോ എല്ലാവരും നിങ്ങൾക്ക് ഈ ഒരു സെഷന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തരുന്നതിനും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ്. സോ നമുക്കപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് സിലബസ് ഡീകോഡിംഗ് ആണ്, സെഷൻ 4. അപ്പം ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക നമ്മുടെ സിലബസ് എന്തൊക്കെയാണ്. നമുക്കറിയാം നമ്മുടെ ഇഗ്നോയുടെ സിലബസ് നമുക്ക് ഏതൊക്കെയാണെന്നുള്ളതും, അല്ലെങ്കിൽ ഈ ഒരു 1 ഇയറിലേക്ക് നമ്മൾ BBA കവർ ചെയ്യുന്ന സിലബസ് എന്തൊക്കെയാണ് എന്നുള്ളതും, അതുപോലെ തന്നെ ആ ഒരു സിലബസ് നമുക്ക് കവർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അറിയാം. നിങ്ങൾക്ക് ലേൺ വൈസിൽ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ്, നമ്മുടെ റെക്കോർഡഡ് സെഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് നോട്ട്സ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അസൈൻമെന്റ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും, അതോടൊപ്പം തന്നെ പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ അസൈൻമെന്റ്സിനെ കുറിച്ചും എക്സാംസിനെ കുറിച്ചും, അല്ലെങ്കിൽ നിങ്ങൾ അതെങ്ങനെ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്ത് പോകണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന അഡ്വാൻസ്ഡ് സപ്പോർട്ട്സ് നിങ്ങൾക്ക് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു BBA അച്ചീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഹോൾഡർ ആയിട്ട് മാറാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നമ്മുടെ ലേൺ വൈസ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ ഒരു 3 സെഷൻസിലൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്ത കാര്യമായിരിക്കും നമ്മുടെ ആക്ഷൻ ടാസ്ക് അല്ലെ. സെയിം ആസ് നമുക്ക് ഈ ഒരു 4th സെഷനിലും ഒരു ആക്ഷൻ ടാസ്ക് അവൈലബിൾ ആണ്. ഈ ഒരു കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ ത്രൂ ഔട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇഗ്നോ സിലബസ് എന്ന് പറയുന്നത് ഒരു 5 ലെയേഴ്സ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. മെയിൻലി നമ്മുടെ പ്രോഗ്രാം, അതായത് നമ്മുടെ സെമസ്റ്റർ വൈസ് പ്രോഗ്രാം ആണോ ഇയർലി പ്രോഗ്രാം ആണോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. നമ്മുടെ ഇയർലി പ്രോഗ്രാം ആണെങ്കിൽ പോലും നമ്മുടെ എക്സാംസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് വരുന്നത് സെമസ്റ്റർ വൈസ് ആയിട്ടാണ്. നമുക്കറിയാം നമ്മുടെ ഒരു സബ്ജക്റ്റിനെ കോഴ്സസ് എന്നാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായിട്ടുള്ള കോഡ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് സബ്ജക്ട് കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓൾസോ അതിന്റെ ഫുൾ നെയിം നമ്മൾ പറയുന്നത് കോഴ്സ് ടൈറ്റിൽ എന്നാണ്. അതുപോലെ തന്നെ ഓരോ സബ്ജക്ട്സും നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് മിനിമം നമ്മൾ റിക്വയർമെന്റ് ആയിട്ടുള്ള ടൈം എത്രയാണെന്നുള്ളത് നമുക്ക് അവിടെ നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ക്രെഡിറ്റ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഒരു സബ്ജക്റ്റിനെ നമ്മൾ കോഴ്സസ് എന്നുള്ളതാണ് മെൻഷൻ ചെയ്യുന്നത്. ആ ഓരോ സബ്ജക്ട്സിനെയും നമ്മൾ അഗെയിൻ ബ്ലോക്സസ് ആയിട്ടും അതുപോലെ തന്നെ യൂണിറ്റ്സ് ആയിട്ടും ദെൻ ലെസൺസ് ആയിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഫസ്റ്റ് സെഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ഈ ഒരു സിലബസിന്റെ അസസ്മെന്റ് ആണ് നമുക്ക് ടേം ആൻഡ് എക്സാമിനേഷൻ അഥവാ TEE എന്നുള്ള രീതിയിൽ നമുക്ക് സെമസ്റ്റർ വൈസ് ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ഈ ഒരു കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഇയറിലേക്ക് വരുന്ന 2 സെമസ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ആ 2 സെമസ്റ്ററുകളിലായിട്ട് നമുക്ക് എത്ര സബ്ജക്ട്സ് വരുന്നുണ്ട്, ആ ഓരോ സബ്ജക്ട്സിലും നമുക്ക് എത്ര ബ്ലോക്സ് ആണ് വരുന്നത്, എത്ര യൂണിറ്റ്സ് ആണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെഷനിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഡീകോഡിംഗ് BBA എന്നുള്ള രീതിക്ക് നോക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് 3 ഇയർ ഡിഗ്രി ആണ്. സോ നമ്മൾ ഇവിടെ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഫസ്റ്റ് ഇയറിലാണ് അല്ലെ. ഫസ്റ്റ് ഇയർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണ്. അതൊന്ന് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഒരു ഇയർ ആണ് നമ്മുടെ ഫസ്റ്റ് ഇയർ എന്ന് നമുക്ക് പറയാം. അത് നമുക്ക് സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി നമ്മുടെ സെക്കൻഡ് ഇയറിലേതും തേർഡ് ഇയറിലേതും സബ്ജക്ട്സ് നമുക്ക് ഈസിലി കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. സോ നമ്മൾ ആ ഒരു ഫസ്റ്റ് ഇയറിലെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഡീപ്ലി മനസ്സിലാക്കിയിരിക്കേണ്ടത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഇയറിലേക്ക് വരുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഓരോ സബ്ജക്ട്സും ഏതൊക്കെയാണെന്നുള്ളതും ആ സബ്ജക്ട്സിന്റെ കോഡ് ഏതൊക്കെയാണെന്നുള്ളതും, ആൻഡ് ഓൾസോ നമ്മുടെ ലേൺ വൈസിൽ നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് അഥവാ വീഡിയോ ക്ലാസ്സസ് ഫുള്ളി അവൈലബിൾ ആണോ എന്നുള്ളത് കൂടി ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ സബ്ജക്ട്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് BCOC 132 ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്, BEVAE 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ്, BCOS 183 Computer Application and Business, BEGLA 136 English at Workplace,
BCOC 133 ബിസിനസ് ലോ, BCOC 131 ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, ECO 7 അതായത് എലമെന്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് BRL 113 ബിസിനസ് എത്തിക്സ്. ഇത്രയും സബ്ജക്ട്സ് ആണ് നമുക്ക് ഒരു 1 ഇയറിൽ, അതായത് ഫസ്റ്റ് ഇയറിലേക്ക് നമുക്ക് പഠിക്കാനായിട്ട് വരുന്ന 2 സെമസ്റ്ററുകളിലായിട്ട് നമുക്ക് 8 സബ്ജക്ട്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ട് വരുന്നത്. ഇനി സെക്കൻഡ് ഇയറിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ക്രെഡിറ്റ്സ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഓരോ സബ്ജക്ട്സും നമ്മൾ കവർ ചെയ്യാനായിട്ട് എടുക്കേണ്ട പർട്ടിക്കുലർ ടൈം, ആ ഒരു പീരീഡിനെയാണ് നമ്മളിവിടെ ക്രെഡിറ്റ്സ് ആയിട്ട് കൂടി നമുക്ക് ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ സെക്കൻഡ് ഇയറിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് സബ്ജക്ട്സും അതുപോലെ തന്നെ സബ്ജക്ട്സ് കോഡും നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങളുടെ എല്ലാ മെറ്റീരിയൽസും വീഡിയോ ക്ലാസ്സസും ഫുള്ളി നിങ്ങളുടെ ആപ്പിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ആ സബ്ജക്ട്സിലേക്ക് നോക്കുകയാണെങ്കിൽ BCOE 141 പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് ആണ് ഫസ്റ്റ് സബ്ജക്ട് ആയിട്ട് പറയുന്നത്. ദെൻ BCOG 171 പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ്, BRL 106 മാനേജിംഗ് ഹ്യൂമൻ റിസോഴ്സസ്, BCOS 184 ഇ-കൊമേഴ്സ്, BCOE 143 ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, BCOE 144 ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ്, ECO 13 ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് BMP 001 ബിസിനസ് റിസർച്ച്. ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് ഇയറിലേക്ക് നമുക്ക് വരുന്ന സബ്ജക്ട്സുകളായിട്ട് വരുന്നത്. എഗെയിൻ 2 സെമസ്റ്ററുകളും 8 സബ്ജക്ട്സുമാണ് നമുക്ക് സെക്കൻഡ് ഇയറിൽ നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇനി തേർഡ് ഇയറിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് വരുന്നത് ഫസ്റ്റ് സെമസ്റ്റർ അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രൊജക്ട് കൂടി നമുക്ക് വരുന്നുണ്ട്. അതായത് ഒരു പ്രാക്ടിക്കലി ഇന്റേൺഷിപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ അസൈൻമെന്റ്സ് പോലെ തന്നെ നമ്മൾ ഇൻവോൾവ്ഡ് ആവേണ്ട ഒരു കാര്യമാണ് പ്രൊജക്ട് എന്ന് പറയുന്നത്. അത് നമുക്ക് തേർഡ് ഇയറിലേക്ക്, അതായത് 5th സെമ്മിലാണ് നമുക്കൊരു പ്രൊജക്ട് നമുക്ക് വരുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ സബ്ജക്ട്സ് എന്ന് നോക്കുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. BCOE 142 മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്, BMP 002 ഇത് നമുക്ക് 4th സെമ്മില് നമ്മൾ 5th സെമ്മിലേക്ക് ചെയ്യാനായിട്ട് വരുന്ന ആ ഒരു പ്രൊജക്ടിന്റെ ഒരു ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സബ്ജക്ട് ആണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് എന്നുള്ളത്. ആൻഡ് ഓൾസോ BMP 003 മാനേജ്മെന്റ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്, BMP 004 സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, BMP 005 ഓർഗനൈസേഷണൽ ബിഹേവിയർ, BCOS 186 പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്, BCOS 185 എന്റർപ്രണർഷിപ്പ്. അത് കൂടാതെ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പ്രൊജക്ട് കൂടി ഈ തേർഡ് ഇയറിലേക്ക് വരുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ഒരു ഓവറോൾ ഐഡിയ ഓഫ് ഒരു 3 ഇയറിലേക്ക് വരുന്ന സബ്ജക്ട്സിന്റെ ഒരു ഓവറോൾ ഐഡിയ ഇത്രയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഇയറിലാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ആ ഫസ്റ്റ് ഇയറിലെ സബ്ജക്ട്സുകൾ ഏതൊക്കെയാണെന്നുള്ളതും അതിലെ ഓരോ സബ്ജക്ട്സും നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. ഓരോ സബ്ജക്ട്സും എത്ര ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, ഓരോ ബ്ലോക്സിലും നമുക്ക് എത്ര യൂണിറ്റ്സ് ആണ് വരുന്നത്, ഓരോ സബ്ജക്റ്റിൽ നമ്മൾ മെയിൻലി എന്തിനെ കുറിച്ചാണ് ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതിനായിട്ട് അനുഷ്യ മാമിനെ ഞാൻ വെൽക്കം ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് അനുഷ്യ മാം ക്ലിയർ ആയിട്ട് ഓരോ സബ്ജക്ട്സും ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. സോ ഇപ്പൊ നമ്മളിപ്പം ഏകദേശം ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് ഇപ്പം 3 ഇയേഴ്സിൽ ഏതൊക്കെ പേപ്പേഴ്സ് ആണെന്നുള്ളത് ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് മെയിൻലി നമ്മൾ ഇപ്പം കറന്റ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് ഇയർ ആണ്, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് സെം ആണ് നമ്മളിപ്പോൾ കറന്റ് നോക്കുന്നത്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് ഇയറിൽ നമുക്കറിയാം ഇയർലി ആണ് നമ്മുടെ രജിസ്ട്രേഷൻസും കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു ഇയറിൽ നമ്മൾ ഏതൊക്കെ പേപ്പേഴ്സ് നോക്കുന്നുണ്ട്, അത് ഇതിലിപ്പോ നമുക്ക് ഫസ്റ്റ് സെമ്മിലെ പേപ്പേഴ്സും ഉണ്ട്, സെക്കൻഡ് സെമ്മിലെ പേപ്പേഴ്സും രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഇയറിൽ നമ്മൾ ഏതൊക്കെ പേപ്പേഴ്സ് ആണ് കവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ പേപ്പേഴ്സിലും എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, എത്ര ബ്ലോക്സ് ഉണ്ട്, ഓരോ ബ്ലോക്കിലും എത്ര യൂണിറ്റ്സും കാര്യങ്ങളും വരുന്നുണ്ട്, ആൻഡ് ഓരോ യൂണിറ്റ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. സോ ഇതിലെ ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് BCOC 131 ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ്. സോ ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡ് സെമിസ്റ്ററിലാണ് പഠിക്കുന്നത്. ഇതിൽ നമുക്ക് ബ്ലോക്ക് 1 നമുക്ക് 4 യൂണിറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. സോ യൂണിറ്റ് 1 എന്ന് പറയുന്നത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ്, പിന്നെ യൂണിറ്റ് 2 എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പ്രോസസ് ആൻഡ് റൂൾസ് ആണ്, പിന്നെ യൂണിറ്റ് 3 എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്, പിന്നെ യൂണിറ്റ് 4 എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. സോ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് ഇതെല്ലാം നമ്മൾ ഇപ്പം എന്താ പറയുക, നോർമലി നമ്മൾ കൊമേഴ്സ് സ്റ്റാർട്ടിങ്ങിലൊക്കെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് ബ്ലോക്കിൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. ഇനി ഇതിന്റെ നമുക്ക് ബ്ലോക്ക് 2ലേക്ക് പോവുകയാണെങ്കിൽ അക്കൗണ്ടിങ് പ്രോസസ് ആണ് ഈ ബ്ലോക്ക് 2 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ യൂണിറ്റ് 5 ജേർണൽ ആൻഡ് ലെഡ്ജർ, ഇപ്പൊ ജേർണൽ പ്രിപ്പറേഷനും അതിന്റെ ലെഡ്ജർ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 5 വരുന്നത്. പിന്നെ യൂണിറ്റ് 6 പറയുമ്പോൾ അതിന്റെ സബ്സിഡറി ബുക്സ് ഏതൊക്കെ സബ്സിഡറി ബുക്സ് വരുന്നുണ്ട് അതൊക്കെയാണ് നമ്മൾ യൂണിറ്റ് 6 പഠിക്കുന്നത്. പിന്നെ യൂണിറ്റ് 7 എന്ന് പറയുന്നത് ട്രയൽ ബാലൻസ് ആണ്. സോ ഒരു ട്രയൽ ബാലൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് യൂണിറ്റ് 7 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ബ്ലോക്ക് 2 അക്കൗണ്ടിങ് പ്രോസസ്സിൽ വരുന്ന 3 യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ബ്ലോക്ക് 3ലേക്ക് പോവുകയാണെങ്കിൽ ഫൈനൽ അക്കൗണ്ട്സ് ആണ്. ഇതിൽ നമുക്ക് യൂണിറ്റ് 8 ഡിപ്രിസിയേഷൻ വരുന്നുണ്ട്, യൂണിറ്റ് 9 ഫൈനൽ അക്കൗണ്ട്സ്
പാർട്ട് 1ഉം പിന്നെ യൂണിറ്റ് 10 ഫൈനൽ അക്കൗണ്ട്സ് 2 ആണ് വരുന്നത്. സോ ഈ 3 ഇതിൽ നമുക്ക് പ്രോബ്ലം ഒക്കെ മെയിൻലി കൂടുതൽ നമുക്ക് ഫൈനൽ അക്കൗണ്ട്സ് പ്രോബ്ലംസും കാര്യങ്ങളും വരാറുണ്ട്. സോ ഈ ഒരു 3 യൂണിറ്റ്സ് ആണ് ബ്ലോക്ക് 3ൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ഇനി നമ്മൾ ബ്ലോക്ക് 4ലേക്ക് പോവുകയാണെങ്കിൽ ഹയർ പർച്ചേസ് ആൻഡ് ഇൻലാൻഡ് ബ്രാഞ്ചസ് ആണ്. സോ ഇതിൽ 4 യൂണിറ്റുകളാണ് ഓവറോൾ ആയിട്ട് വരുന്നത്. യൂണിറ്റ് 11 എന്ന് പറയുന്നത് ഹയർ പർച്ചേസ് അക്കൗണ്ട്സിന്റെ ഫസ്റ്റ് പാർട്ടും യൂണിറ്റ് 12 ഹയർ പർച്ചേസ് അക്കൗണ്ട്സിന്റെ സെക്കൻഡ് പാർട്ട് ആയിട്ടാണ് വരുന്നത്. പിന്നെ യൂണിറ്റ് 13 ബ്രാഞ്ച് അക്കൗണ്ട്സ് 1ഉം യൂണിറ്റ് 14 ബ്രാഞ്ച് അക്കൗണ്ട്സ് 2. ഈ 4 യൂണിറ്റ്സ് ആണ് ദാറ്റ് ഇസ് ബ്ലോക്ക് 4ൽ വരുന്നത്. ഇനി ബ്ലോക്ക് 5ൽ നോക്കുകയാണെങ്കിൽ കൺസൈൻമെന്റ്സ് ആൻഡ് ജോയിന്റ് വെഞ്ചേഴ്സ് ആണ്. സോ അതിൽ നമുക്ക് 3 യൂണിറ്റ് ആണ് ഈ ഒരു ബ്ലോക്കിൽ വരുന്നത്. ആൻഡ് യൂണിറ്റ് 15 കൺസൈൻമെന്റ് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ്, അതിന്റെ ഫസ്റ്റ് പാർട്ടും കാര്യങ്ങളും വരും. പിന്നെ യൂണിറ്റ് 16 കൺസൈൻമെന്റ് അക്കൗണ്ട്സ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കൺസൈൻമെന്റ് അക്കൗണ്ടിന്റെ കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 16 വരുന്നത്. പിന്നെ യൂണിറ്റ് 17 ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്സ് ആണ് നമുക്ക് ബ്ലോക്ക് 3ൽ 3 യൂണിറ്റുകളായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിൽ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് ബ്ലോക്ക് 6 ആണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇപ്പൊ മാനുവൽ അല്ല, അല്ലാതെ ഇപ്പൊ എല്ലാം ഇപ്പൊ എന്താ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ആണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, അപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 18. അപ്പം അതിൽ നമുക്കിപ്പം ടാലിയും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ. സോ നമ്മൾ ഒരു കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, ദാറ്റ് ഇസ് ടാലി, നമ്മൾ എങ്ങനെ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നു. അതേപോലെ യൂണിറ്റ് 19 നമ്മൾ അതിന്റെ മാസ്റ്റേഴ്സും കാര്യങ്ങളും എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂണിറ്റ് 20 നോക്കുകയാണെങ്കിൽ ഓരോ വൗച്ചേഴ്സും ആണ് നമ്മൾ എങ്ങനെ എൻ്റർ ചെയ്യുന്നുണ്ട്, ഇൻവോയ്സിങ് എൻട്രീസും കാര്യങ്ങളും എങ്ങനെ നമ്മൾ എൻ്റർ ചെയ്യുന്നു എന്ന കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 20 പറയുന്നത്. യൂണിറ്റ് 21 നമ്മൾ എങ്ങനെയാണ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത്. ഇത് നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ് ഈ ഒരു ഫുൾ ബ്ലോക്ക്. ഈ 4 യൂണിറ്റ്സും അതിനെ റിലേറ്റ് ചെയ്ത് വരുന്നത് തന്നെയാണ്. സോ ഇനി നമ്മൾ അടുത്ത സബ്ജക്ട് എന്ന് പറയുന്നത് BCOC 132 ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്. സോ കറന്റ് നമ്മളിപ്പം പഠിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പേപ്പറാണ് BCOC 132 എന്നുള്ളത്. ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പേപ്പറാണ്. സോ അതിന്റെ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ ബിസിനസിനെ കുറിച്ചാണ്. അപ്പൊ അതിൽ യൂണിറ്റ് 1 നമുക്ക് ഇൻട്രൊഡക്ഷൻ, ബിസിനസിന് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളുണ്ട്. പിന്നെ യൂണിറ്റ് 2 നോക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ടെക്നോളജി ഇന്നോവേഷനും സ്കിൽ ഡെവലപ്മെന്റ് ഒക്കെയാണ് വരുന്നത്. പിന്നെ യൂണിറ്റ് 3 സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, നമ്മളിപ്പോൾ ഒരു സൊസൈറ്റിയോട് നമ്മൾ എത്രത്തോളം റെസ്പോൺസിബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളും എത്തിക്സിന്റെ കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 3 ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 4 എന്ന് പറയുകയാണെങ്കിൽ എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ബിസിനസ് ഇപ്പോൾ റീസെന്റ് ബിസിനസ്സിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള എന്തൊക്കെയാണ് ഇനിയുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ അതിന്റെ ബ്ലോക്ക് 2 നോക്കുകയാണെങ്കിൽ ബിസിനസ് എന്റർപ്രൈസസ് ആണ് ബ്ലോക്ക് 2 വരുന്നത്. സോ അതിൽ യൂണിറ്റ് 5 എന്ന് പറയുന്നത് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ ഫസ്റ്റ് പാർട്ടും യൂണിറ്റ് 6 അതിന്റെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ സെക്കൻഡ് പാർട്ടായിട്ടാണ് വരുന്നത്. പിന്നെ യൂണിറ്റ് 7 പബ്ലിക് എന്റർപ്രൈസസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ആണ് യൂണിറ്റ് 7 ഉണ്ടാവുന്നത്. പിന്നെ യൂണിറ്റ് 8 പറയുകയാണെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ്, ദാറ്റ് ഇസ് MNC മൾട്ടിനാഷണൽ കോർപ്പറേഷൻ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള സബ്ജക്ട്സ്, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 8 വരുന്നത്. ഇനി നമ്മൾ ബ്ലോക്ക് 3ലേക്ക് നോക്കുകയാണെങ്കിൽ മാനേജ്മെന്റ് ഓർഗനൈസേഷൻ ആൻഡ് കൺട്രോൾ ആണ് ബ്ലോക്ക് 3 എന്ന് പറയുന്നത്. സോ അതിൽ നമുക്ക് 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. യൂണിറ്റ് 9, 10, 11, 12, 13. സോ യൂണിറ്റ് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്. നമുക്ക് ദാറ്റ് ഇസ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഇതെല്ലാം നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ യൂണിറ്റ് ആയിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. സോ യൂണിറ്റ് 9 പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്. യൂണിറ്റ് 10 വരുന്നത് ഓർഗനൈസിങ്. സോ ഓർഗനൈസിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ, അത് ഡീറ്റെയിൽ ആയിട്ട് ഒരു യൂണിറ്റ് ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ യൂണിറ്റ് 11 എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റേഷൻ ആൻഡ് ഫോംസ് ഓഫ് അതോറിറ്റി റിലേഷൻഷിപ്പ് ആണ്. പിന്നെ വരുന്നത് യൂണിറ്റ് 12 ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് ഡീസെൻട്രലൈസേഷൻ ആണ് വരുന്നത്. പിന്നെ യൂണിറ്റ് 13 എന്ന് പറയുന്നത് കൺട്രോൾ ആണ്. സോ ഇത്രയും 5 യൂണിറ്റ്സ് ആണ് ഈ ഒരു ബ്ലോക്ക് 3 വരുന്നത്. സോ ഈ BCOC 132 അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ബ്ലോക്സും നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ തന്നെ വരുന്നതാണ്. ഇത് നമ്മുടെ ഫസ്റ്റ് സെമിസ്റ്ററിൽ തന്നെ ഫുള്ളി നമുക്ക് കവർ ചെയ്ത് പോകാനുള്ളതാണ് കേട്ടോ. സോ ഇനി ബ്ലോക്ക് 4ലേക്ക് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷന്റെ ബ്ലോക്ക് 4ലേക്ക് നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ് ആണ്. സോ അതിൽ നമുക്ക് യൂണിറ്റ് 14 എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനും കോർഡിനേഷനും, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട 2 ഫാക്ടേഴ്സ് ആണ് കമ്മ്യൂണിക്കേഷനും കോർഡിനേഷനും. സോ അത് എങ്ങനെയൊക്കെ ആയിരിക്കണം, ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് എല്ലാം കോർഡിനേറ്റ് ചെയ്ത് പോവാം ഒരു ബിസിനസ്സിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു യൂണിറ്റിൽ വരുന്നത്. യൂണിറ്റ് 15 എന്ന് പറയുന്നത് മോട്ടിവേഷൻ ആണ്. പിന്നെ യൂണിറ്റ് 16 എന്ന് പറയുന്നത് ലീഡർഷിപ്പ്, യൂണിറ്റ് 17 എന്ന് പറയുന്നത് ടീം ബിൽഡിംഗ്. സോ ഇത്രയാണ് ഈ ഒരു ബ്ലോക്ക് 4 4 യൂണിറ്റ്സ് ആയിട്ട് വരുന്നത്. ഇനി ഇതിൽ നമുക്ക് ബ്ലോക്ക് 5 ഉണ്ട്. ബ്ലോക്ക് 5 നമുക്ക് 3 യൂണിറ്റ്സ് വരുന്നുണ്ട്. സോ ഇതിൽ ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെന്റ് ആണ് ബ്ലോക്ക് 5 വരുന്നത്. ആൻഡ് അതിൽ യൂണിറ്റ് 18 മാർക്കറ്റിംഗ് മാനേജ്മെന്റ് വരുന്നുണ്ട്. യൂണിറ്റ് 19 എന്ന് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, യൂണിറ്റ് 20 എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. സോ ഈ നമ്മുടെ മാനേജ്മെന്റിന്റെ ആ ഫംഗ്ഷനെ റിലേറ്റ് ചെയ്യുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് മാർക്കറ്റിംഗും ഫിനാൻഷ്യലും ഹ്യൂമൻ റിസോഴ്സും എല്ലാം. സോ അതെല്ലാം എന്താണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്ന ഓരോരോ യൂണിറ്റ്സ് ആണ് ബ്ലോക്ക് 5. അതുകൊണ്ടാണ് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെന്റ് എന്ന രീതിയിൽ
ബ്ലോക്ക് 5 വരുന്നത്. സോ ഇനി നമ്മൾ മൂവിങ് ടു ബിസിനസ് ലോ, ദാറ്റ് ഇസ് BCOC 133. ഈ ഒരു പേപ്പർ നമ്മൾ സെക്കൻഡ് സെമിസ്റ്ററിലാണ് പഠിക്കുന്നത് കേട്ടോ. ആൻഡ് ഇതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ ജനറൽ ലോ ഓഫ് കോൺട്രാക്ട്. സോ ഇതിൽ നമുക്ക് യൂണിറ്റ് 1 ഒരു കോൺട്രാക്ട്, നമ്മളിപ്പം ആ ഒരു കോൺട്രാക്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ എസെൻഷ്യൽസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഒരു കോൺട്രാക്റ്റിൽ വരിക എന്നുള്ളതൊക്കെയാണ് യൂണിറ്റ് 1 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 2 എന്താണ് ഓഫർ, അതേപോലെ എന്താണ് അക്സെപ്റ്റൻസ്, ദാറ്റ് ഇസ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസിനെ കുറിച്ചാണ് യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 3 കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്. നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അവിടെ രണ്ടിൽ കൂടുതൽ പാർട്ടീസ് ഉണ്ടാവും. സോ അവരുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 3 വരുന്നത്. പിന്നെ യൂണിറ്റ് 4 വരുന്നത് ഫ്രീ കൺസെന്റ് ആണ്. ഇനി നമുക്ക് ബ്ലോക്ക് 2 പോവുകയാണെങ്കിൽ ജനറൽ ലോ ഓഫ് കോൺട്രാക്ട് ആണ് ബ്ലോക്ക് 2 എന്ന് പറയുന്നത്. സോ അതിൽ നമുക്ക് 4 യൂണിറ്റ്സ് വരുന്നുണ്ട്. അതിൽ യൂണിറ്റ് 5 എന്ന് പറയുന്നത് കൺസിഡറേഷൻ ആൻഡ് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആണ്. യൂണിറ്റ് 6 എന്ന് പറയുന്നത് വോയിഡ് അഗ്രിമെന്റ്സ് ആൻഡ് കണ്ടീജന്റ് കോൺട്രാക്ട് ആണ്. പിന്നെ യൂണിറ്റ് 7 എന്ന് പറയുന്നത് പെർഫോമൻസ് ആൻഡ് ഡിസ്ചാർജ്. യൂണിറ്റ് 8 എന്ന് പറയുന്നത് റെമഡീസ് ഫോർ ബ്രീച്ച് ആൻഡ് ക്വാസി കോൺട്രാക്ട്. ക്വാസി കോൺട്രാക്ട് എന്താണ് അല്ലെങ്കിൽ ബ്രീച്ച് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു യൂണിറ്റ്സിൽ പഠിക്കും. സോ അതിന്റെ റെമഡീസും കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 8 വരുന്നത്. ഇനി നമുക്ക് ബിസിനസ് ലോയുടെ ബ്ലോക്ക് 3 നോക്കുകയാണെങ്കിൽ സ്പെസിഫിക് കോൺട്രാക്ട് ആണ് ബ്ലോക്ക് 3 എന്ന് പറയുന്നത്. സോ അതിൽ നമുക്ക് 3 യൂണിറ്റ്സ് ഉണ്ട്, യൂണിറ്റ് 9, 10, 11. സോ യൂണിറ്റ് 9 എന്ന് പറയുന്നത് ഇൻഡെംനിറ്റി ആൻഡ് ഗ്യാരണ്ടി. സോ എന്താണ്, വാട്ട് ഇസ് മീൻ ബൈ ഇൻഡെംനിറ്റി അല്ലെങ്കിൽ വാട്ട് ഇസ് ഗ്യാരണ്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് യൂണിറ്റ് 9 നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ യൂണിറ്റ് 10 എന്ന് പറയുന്നത് ബെയിൽമെന്റും പ്ലെഡ്ജും. സോ എന്താണ് ബെയിൽമെന്റ്, എന്താണ് നമ്മൾ പ്ലെഡ്ജ് ചെയ്യാന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. സോ അതിന്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂണിറ്റ് 10 അറിയാൻ പറ്റും. പിന്നെ യൂണിറ്റ് 11 എന്ന് പറയുകയാണെങ്കിൽ കോൺട്രാക്ട് ഓഫ് ഏജൻസി ആണ് യൂണിറ്റ് 11 എന്ന് പറയുന്നത്. ഇനി വരുന്നത് BCOC, ദാറ്റ് ഇസ് ബിസിനസ് ലോയിലെ ബ്ലോക്ക് 4 പാർട്ട്ണർഷിപ്പ് ആണ് വരുന്നത്. അപ്പൊ ഇതിൽ യൂണിറ്റ് 12 എന്ന് പറയുകയാണെങ്കിൽ ഡെഫിനിഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ബിസിനസ് ഒക്കെ പഠിക്കുമ്പോൾ പാർട്ട്ണർഷിപ്പിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. നമ്മളിപ്പോൾ എങ്ങനെ പാർട്ട്ണർഷിപ്പ് കൈൻഡ് ഓഫ് ബിസിനസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സോ അതിന്റെ ഡെഫിനിഷനും നമ്മളിപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫോമിൽ ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ രജിസ്റ്റർ ചെയ്യണം, അതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ യൂണിറ്റ് 12 നോക്കും. യൂണിറ്റ് 13 പറയുകയാണെങ്കിൽ ഓരോ നമുക്കിപ്പോൾ പാർട്ട്നേഴ്സ് ഉണ്ടാവുമല്ലോ, ഒരു നമ്മൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എന്തായാലും ഡെഫിനറ്റ്ലി പാർട്ട്നേഴ്സ് ഉണ്ടാവും. സോ അവരുടെ റൈറ്റ്സ് എന്താണ്, അവരുടെ ഡ്യൂട്ടീസ് എന്താണ്, ഓരോ പാർട്ട്നേഴ്സിനും ലയബിലിറ്റീസ് എന്താണ് എന്നുള്ളതൊക്കെയാണ് യൂണിറ്റ് 13 ഡിസ്കസ് ചെയ്യുന്നത്. ഇനി യൂണിറ്റ് 14 എന്ന് പറയുകയാണെങ്കിൽ ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫോം. സോ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഫോം നമ്മൾ ദാറ്റ് ഇസ് കംപ്ലീറ്റ് നമ്മൾ നിർത്തുകയാണ് അല്ലെങ്കിൽ അത് ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും അതെങ്ങനെ നമുക്ക് ചെയ്യാം, എങ്ങനെയാണ് അതിന്റെ ആ ഒരു ഡിസോൾവ് ആവുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, അതിന്റെ പ്രോസസ്സ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് യൂണിറ്റ് 14 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂണിറ്റ് 15 എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, ദാറ്റ് ഇസ് LLP, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിനെ കുറിച്ചാണ് യൂണിറ്റ് 15 ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ബ്ലോക്ക് 5, ദാറ്റ് ഇസ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആണ് ബ്ലോക്ക് 5 എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നമുക്ക് 4 യൂണിറ്റ്സ് വരുന്നുണ്ട്. ആൻഡ് അതിൽ യൂണിറ്റ് 16 എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് ഓഫ് സെയിൽ, നമ്മളിപ്പോൾ സെയിൽസ് സെല്ല് ചെയ്യുമല്ലോ, അപ്പൊ ആ ഒരു സെയിൽസ്, ആ ഒരു കോൺട്രാക്ടിന്റെ അതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ദാറ്റ് ഇസ് ബ്ലോക്കിൽ വരുന്നത്. അപ്പൊ അതിന്റെ നേച്ചർ എന്താണ് എന്നുള്ളതൊക്കെയാണ് യൂണിറ്റ് 16 വരുന്നത്. യൂണിറ്റ് 17 എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ സെല് ചെയ്യുന്ന സമയത്ത് അതിന്റെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതേപോലെ കണ്ടീഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം എന്താണ് ദാറ്റ് ഇസ് വാട്ട് ഇസ് കണ്ടീഷൻ, വാട്ട് ഇസ് വാറണ്ടി, അതിന് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് യൂണിറ്റ് 17 നമ്മൾ പഠിക്കുക. പിന്നെ യൂണിറ്റ് 18 എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ആൻഡ് ഡെലിവറി ആണ്. സോ നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റ് നമ്മൾ സെല് ചെയ്യുന്ന സമയത്ത് അത് ഒരാൾ അത് വാങ്ങുമ്പോൾ അവരുടെ ഇപ്പൊ എൻ്റെ ഞാൻ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യുമ്പോൾ ഇന്ത്യയിലായിരിക്കും ആ ഒരു ഓണർഷിപ്പ്, അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുക, വാങ്ങുന്ന ആളുടെ ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യാം. അപ്പൊ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 18 വരുന്നത്. പിന്നെ യൂണിറ്റ് 19 എന്ന് പറയുകയാണെങ്കിൽ റൈറ്റ് ഓഫ് ആൻ അൺപെയ്ഡ് സെല്ലർ. അപ്പം ഒരു അൺപെയ്ഡ് ആയിട്ടുള്ള സെല്ലർക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട്, എന്തൊക്കെയാണ് ആ ഒരു സെല്ലറുടെ റൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 19 ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് 6 നമുക്ക് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് ആണ്. സോ അതിൽ നമുക്ക് യൂണിറ്റ് 20 എന്ന് പറയുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സും അതിന്റെ പാർട്ടീസും ആണ് യൂണിറ്റ് 20 ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ യൂണിറ്റ് 21 പ്രോമിസറി നോട്ട് എന്താണ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള സാധനങ്ങളായിരിക്കും. സോ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എന്താണ് അല്ലെങ്കിൽ ഓരോ അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇപ്പം ഈ പ്രോമിസറി നോട്ടിനൊക്കെ ഒരു കാലാവധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് യൂണിറ്റ് 21 അറിയാൻ വേണ്ടി പറ്റും. പിന്നെ യൂണിറ്റ് 22 എന്ന് പറയുകയാണെങ്കിൽ നെഗോസിയേഷനെ കുറിച്ചാണ് യൂണിറ്റ് 22 ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 23 എന്ന് പറയുകയാണെങ്കിൽ പ്രസന്റ്മെന്റ് ആൻഡ് ഡിസ്ചാർജ് ആണ് യൂണിറ്റ് 23 വരുന്നത്. സോ ഇനി നമുക്ക് വരുന്ന അടുത്ത ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് ECO 07 ആണ്. സോ ഇത് എലമെന്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്.
ഇത് നമുക്ക് സെക്കൻഡ് സെമിസ്റ്ററിൽ വരുന്ന സബ്ജക്ട് തന്നെയാണ് എലമെന്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ അതിൽ നമുക്ക് ബ്ലോക്ക് 1 ദാറ്റ് ഇസ് ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ കൺസെപ്റ്റ്സ് ആണ് ബ്ലോക്ക് 1 വരുന്നത്. ആൻഡ് അതിൽ യൂണിറ്റ് 1 എന്ന് പറയുന്നത് മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇപ്പൊ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതിന്റെ സ്കോപ്പും കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 2 പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ഓർഗനൈസിംഗ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ, നമ്മളൊരു സർവേ ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അതെങ്ങനെ പ്രോപ്പറായിട്ട് അതിന്റെ ഓർഗനൈസേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മളത് ഓർഗനൈസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്യുക. യൂണിറ്റ് 3 നമ്മൾ അക്യുറസി, അപ്രോക്സിമേഷൻ ആൻഡ് എറേഴ്സ്. നമ്മളിപ്പം ഈ ഒരു ഇതിൽ നമ്മൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് എറേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സോ എന്തൊക്കെയാണ് ഓരോ എറേഴ്സ് കാര്യങ്ങൾ, അതിന്റെ ദാറ്റ് ഇസ് അക്യുറസി, ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ യൂണിറ്റ് 3 പഠിക്കുന്നത്. പിന്നെ യൂണിറ്റ് 4 എന്ന് പറയുന്നത് റേഷ്യോസ്, പെർസെന്റേജസ് ആൻഡ് റേറ്റ് ആണ്. സോ നമുക്ക് കുറച്ച് പ്രോബ്ലം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ള ഒരു പേപ്പറാണ് എലമെന്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റേഷ്യോസ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് റേഷ്യോസ് വരുന്നുണ്ട്, അതേപോലെ പെർസെന്റേജ്, റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂണിറ്റ് 4 നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി ബ്ലോക്ക് 2 നോക്കുന്ന സമയത്ത് കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ. നമ്മളിപ്പോൾ ഒരു ഡാറ്റ നമ്മൾ എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യണം, ആൻഡ് ഡാറ്റാസിന് നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യും, ആൻഡ് എങ്ങനെ നമ്മളത് നല്ല രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ബ്ലോക്ക് 2 വരുന്നത്. ഇതെല്ലാം ഈ ഒരു പ്രസന്റേഷനും കാര്യം ഇതൊക്കെ നമുക്ക് എന്താ നമ്മൾ തേർഡ് ഇയറിൽ ചെയ്യുന്ന പ്രോജക്ട്സുമായിട്ടൊക്കെ നമുക്ക് അതിനൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന തിയറി പാർട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ വരുന്നത്. ഇപ്പൊ നമുക്ക് അതിൽ ഡാറ്റ കളക്ഷൻ വരും, അതേപോലെ ഈ ഡാറ്റാസിനൊക്കെ നമുക്ക് പ്രസന്റ് ചെയ്യാനുണ്ടാവും. ആൻഡ് ഇപ്പം ഓരോ രീതി ഡയഗ്രമാറ്റിക് ആയിട്ട്, ഗ്രാഫിക് ആയിട്ടൊക്കെ നമുക്ക് പ്രസന്റ് ചെയ്യാനൊക്കെ പ്രോജക്റ്റിൽ വരും. സോ അതൊക്കെ നമുക്ക് അതിന്റെ ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഒരു ബേസ് ആണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ വരുന്നത്. സോ യൂണിറ്റ് 5 എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഡാറ്റ. നമുക്കിപ്പോൾ ഒരു ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യാം, ഏതൊക്കെ വേസിലൂടെ അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡ്സിലൂടെ ഡാറ്റാസ് കളക്ട് ചെയ്യാം എന്നുള്ളതാണ് യൂണിറ്റ് 5. പിന്നെ യൂണിറ്റ് 6 എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റാസിന് നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ് യൂണിറ്റ് 6 വരുന്നത്. പിന്നെ യൂണിറ്റ് 7 എന്ന് പറയുന്നത് ടാബുലർ പ്രസന്റേഷൻ, നമ്മൾ ടേബിൾ ഫോർമാറ്റിലൊക്കെ ഡാറ്റാസിനൊക്കെ പ്രസന്റ് ചെയ്യാം, അതൊക്കെ ഏതൊക്കെ മെത്തേഡ്സിലൊക്കെ ചെയ്യാം എന്നുള്ളത് യൂണിറ്റ് 7 പിന്നെ യൂണിറ്റ് 8 എന്ന് പറയുന്നത് ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ ആണ്. സോ നമ്മൾ ഡയഗ്രാംസ് ആയിട്ടൊക്കെ നമ്മൾ പ്രസന്റ് ചെയ്യുമല്ലോ, സോ അതാണ് യൂണിറ്റ് 8. അത് നമുക്ക് എങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്യാം എന്നുള്ളതാണ് യൂണിറ്റ് 8 വരുന്നത്. പിന്നെ വരുന്നത് യൂണിറ്റ് 9 എന്ന് പറയുന്നത് ഗ്രാഫിക് പ്രസന്റേഷൻ ആണ്. സോ ഗ്രാഫിക്കൽ രീതിയിൽ നമ്മൾ എങ്ങനെയൊക്കെ ഡാറ്റാസിന് പ്രസന്റ് ചെയ്യാം എന്നുള്ളതാണ് യൂണിറ്റ് 9 പഠിക്കുക. ഇനി നമുക്ക് ബ്ലോക്ക് 3 പോവുകയാണെങ്കിൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. സോ ഈ നമ്മൾ മുന്നേ നമ്മൾ മീൻ, മീഡിയൻ, മോഡൊക്കെ നമ്മൾ പണ്ടും പഠിച്ചിട്ടുണ്ട്. നമ്മളിപ്പം കൊമേഴ്സിൽ അല്ലെങ്കിൽ പോലും കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പോലും നമ്മൾ എല്ലാവരും നമ്മളിപ്പോൾ എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്ന ടൈമിലൊക്കെ അതിലൊക്കെ കുറച്ച് ഇതേപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ പോർഷൻസ് ഒക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴും 1-2 ചാപ്റ്റേഴ്സ് ഒക്കെ മാത്സിലൊക്കെ നമുക്ക് 1-2 ചാപ്റ്റേഴ്സ് ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്സും വരാറുണ്ടല്ലോ. സോ അതിൽ ബേസിക് ആയിട്ട് പഠിച്ച കാര്യങ്ങളാണ് മീൻ, മീഡിയൻ, മോഡ് കാര്യങ്ങളൊക്കെ. അത് തന്നെയാണ് ഈ ഒരു ബ്ലോക്ക് 3 വരുന്നത്. സോ നമുക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് ബ്ലോക്ക് 3 എന്ന് പറയുന്നത്. യൂണിറ്റ് 10 നമുക്ക് കൺസെപ്റ്റ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് മീൻ, ഇപ്പൊ എന്താണ് സെൻട്രൽ ടെൻഡൻസി, പിന്നെ മീൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ യൂണിറ്റ് 11 പോകുന്ന സമയത്ത് മീഡിയൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് മീഡിയൻ, അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നൊക്കെയാണ് യൂണിറ്റ് 11 വരുന്നത്. യൂണിറ്റ് 12 എന്ന് പറയുന്നത് മോഡ് കണ്ടുപിടിക്കാനുള്ളതാണ്. പിന്നെ യൂണിറ്റ് 13 എന്ന് പറയുന്നത് നമ്മുടെ ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ കാര്യങ്ങളും പിന്നെ മൂവിങ് ആവറേജസ് ഒക്കെയാണ് യൂണിറ്റ് 13 വരുന്നത്. ഇനി നമുക്ക് ബ്ലോക്ക് 4 പോവുകയാണെങ്കിൽ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആൻഡ് സ്ക്യൂനെസ് ആണ്. സോ ഇതിൽ നമുക്ക് യൂണിറ്റ് 14 മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷന്റെ ഫസ്റ്റ് പാർട്ട് വരുന്നുണ്ട്. പിന്നെ അതേപോലെ യൂണിറ്റ് 15 അതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് യൂണിറ്റ് 15 വരുന്നുണ്ട് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ തന്നെ. പിന്നെ അത് കഴിഞ്ഞ് സ്ക്യൂനെസ് കർവും കാര്യങ്ങളൊക്കെയാണ്. ദാറ്റ് ഇസ് യൂണിറ്റ് 16 മെഷർ ഓഫ് സ്ക്യൂനെസ് ആണ് വരുന്നത്. സോ ഇത്രയും ഇതാണ് നമുക്ക് എലമെന്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പേപ്പറിൽ വരുന്നത്. സോ ഇനി BRL 113 ബിസിനസ് എത്തിക്സ്, ഇതും നമുക്ക് സെക്കൻഡ് സെമ്മിൽ പഠിക്കാനുള്ള ഒരു പേപ്പറാണ്. സോ ഇതിൽ നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എത്തിക്സ്. നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു സാധനമാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ബിസിനസ്സിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും നമ്മൾ കീപ്പ് ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ് എത്തിക്സ് അല്ലെ. അപ്പം അപ്പം എത്തിക്സ് ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇൻട്രൊഡക്ഷനിൽ വരുന്നത്. പിന്നെ യൂണിറ്റ് 2 പറയുകയാണെങ്കിൽ ഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഇൻ റീറ്റെയിൽ ബിസിനസ്. നമ്മൾ റീറ്റെയിൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് എന്തൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 2 ഉണ്ടാവുക. പിന്നെ യൂണിറ്റ് 3 എന്ന് പറയുകയാണെങ്കിൽ കൺസ്യൂമർ പ്രൈവസി ആൻഡ് ഡാറ്റ പ്രൊട്ടക്ഷൻ ഇൻ റീറ്റെയിൽ എത്തിക്കൽ കൺസിഡറേഷൻ. സോ നമ്മളിപ്പോൾ ഒരു കൺസ്യൂമേഴ്സിന്റെ നമ്മളിപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ ഒരുപാട് ഡാറ്റാസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പം എന്ത് മൊബൈൽ നമ്പർ ആണെങ്കിലും ഇമെയിൽ അഡ്രസ് അങ്ങനെ ഒരുപാട് നമ്മൾ ഡാറ്റാസ് ഷെയർ ചെയ്യുന്നുണ്ട്. സോ അതിന്റെ പ്രൈവസി എന്ന് പറയുന്ന ആ കൺസേൺ ആയിട്ടുള്ള അവർ ആ ബിസിനസ് ചെയ്യുന്നവർ അതിന്റെ പ്രൈവസി അല്ലെങ്കിൽ ആ ഡാറ്റ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം എപ്പോഴും. സോ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 3 വരുന്നത്. പിന്നെ യൂണിറ്റ് 4 എന്ന് പറയുകയാണെങ്കിൽ എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ പ്രോഡക്ട്സ്. നമ്മൾ പ്രോഡക്ട്സിൽ ഒരു
പ്രോഡക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റിൽ നമ്മളിപ്പം എത്തിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് അറിയാം എന്താ ഒരുപാട് മാൽ പ്രാക്ടീസും ചെയ്യാം, പ്രോഡക്റ്റിൽ അഡൽട്രേഷൻ ഒന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വരുമല്ലോ പ്രോഡക്റ്റിനെ സംബന്ധിച്ച്. സോ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് യൂണിറ്റ് 5 അഗെയിൻ എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ പ്രോഡക്ട്സ് തന്നെയാണ് വരുന്നത്. പിന്നെ യൂണിറ്റ് 6 എന്ന് പറയുകയാണെങ്കിൽ എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ പ്രൈസിങ്. നമ്മളൊരു പ്രോഡക്റ്റിന് പ്രൈസ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രൈസിങ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ എത്തിക്കലി നമ്മൾ എങ്ങനെ ചെയ്യാം, അതായത് ഓവർ ആയിട്ടുള്ള പ്രൈസിങ് കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു യൂണിറ്റ് 6 നമ്മൾ പഠിക്കുന്നത്. ഇനി യൂണിറ്റ് 7 എന്ന് പറയുകയാണെങ്കിൽ എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ പ്രൊമോഷൻ ഇൻ ദ റീറ്റെയിൽ സെക്ടർ. നമ്മളിപ്പോൾ ആ ഒരു റീറ്റെയിൽ സെക്ടറിൽ നമ്മൾ ഒരുപാട് പ്രൊമോഷൻസ് ചെയ്യും, നമ്മുടെ പ്രോഡക്റ്റിനെ നമ്മൾ തന്നെ പ്രൊമോട്ട് ഒക്കെ ചെയ്യുമല്ലോ. സോ ആ ഒരു പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ എത്തിക്കൽ കാര്യങ്ങൾ ഫോളോ ചെയ്യണം, അതായത് നമുക്കിപ്പം തെറ്റായിട്ട് ഇൻഫർമേഷൻസ് ഒന്നും കൊടുക്കാതിരിക്കുക, അങ്ങനെയൊക്കെ രീതിയിലുള്ള എങ്ങനെ നമ്മൾ ഫെയർ ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെ എത്തിക്കലി നമ്മൾ എങ്ങനെ നമ്മുടെ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതാണ് യൂണിറ്റ് 7 നമ്മൾ പഠിക്കാം. പിന്നെ യൂണിറ്റ് 8 എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ മാനേജിങ് ഡിസ്ട്രിബ്യൂഷൻ. സോ ഡിസ്ട്രിബ്യൂഷനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. സോ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ടൈമിലും നമ്മൾ എന്തൊക്കെ എത്തിക്കൽ പ്രാക്ടീസസ് എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ മാനേജ് ചെയ്യാം എന്നുള്ളത് യൂണിറ്റ് 8 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. യൂണിറ്റ് 9 എന്ന് പറയുകയാണെങ്കിൽ എത്തിക്കൽ പ്രാക്ടീസസ് ഫോർ എംപ്ലോയീസ്. സോ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഒരു ബിസിനസ്സിലും ഒക്കെ എംപ്ലോയീസ് എന്ന് പറയുന്നത്. കാരണം എംപ്ലോയീസ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാ പ്രോസസ്സും കാര്യങ്ങളും മുന്നോട്ട് പോകുള്ളൂ. സോ നമ്മൾ എംപ്ലോയീസിനെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ആ എംപ്ലോയീസുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ എത്തിക്കൽ പ്രാക്ടീസസ് നമ്മളവിടെ അല്ലെങ്കിൽ എത്തിക്കലായിട്ട് നമ്മൾ എങ്ങനെ എംപ്ലോയീസിനെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 9 ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇനി യൂണിറ്റ് 10 വരുന്ന സമയത്ത് എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ റെസ്പോൺസിബിലിറ്റീസ് ഇൻ റീറ്റെയിൽ ബിസിനസ്. സോ നമ്മളിപ്പോൾ ഒരു ബിസിനസ് പറയുമ്പോൾ ആ ഒരു ബിൽഡിങ്ങിനുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു ഓഫീസിനുള്ളിൽ ഒതുങ്ങുന്നതല്ല, പുറത്ത് സൊസൈറ്റി ആയിട്ടും എൻവയോൺമെന്റ് ആയിട്ടും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ബിസിനസ്സിന് വരുന്നുണ്ട്. സോ ആ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസും അതേപോലെ എൻവയോൺമെന്റിനോട് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ എൻവയോൺമെന്റിനെ നല്ല രീതിയിൽ ഹാം ചെയ്യാതെ എങ്ങനെയൊക്കെ നമുക്ക് എത്തിക്കലി നമുക്ക് ബിസിനസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ യൂണിറ്റ് 10 വരുന്നുണ്ട്. ഇനി യൂണിറ്റ് 11 പോവുകയാണെങ്കിൽ എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ കസ്റ്റമർ സർവീസ് ആൻഡ് ഗ്രീവൻസ് റെസൊല്യൂഷൻ ഇൻ റീറ്റെയിൽ. സോ നമ്മളൊരു പ്രോഡക്റ്റ് വിറ്റ് അല്ലെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റ് നമ്മുടെ കസ്റ്റമർ പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ കസ്റ്റമറോടുള്ള ആ ഒരു നമ്മുടെ ബിസിനസ് അവിടെ കഴിയുന്നില്ല. അതായത് നല്ല രീതിയിലുള്ള കസ്റ്റമർ സർവീസും നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ അവർക്ക് എന്തെങ്കിലും ഗ്രീവൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ അതും റിസോൾവ് ചെയ്യേണ്ടത് ബിസിനസിന്റെ ഉത്തരവാദിത്തമാണ്. സോ അങ്ങനെയുള്ള കേസസ് വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ അവിടെ എത്തിക്കലി നമ്മൾ എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസസിൽ എങ്ങനെയായിരിക്കണം എത്തിക്കൽ പ്രാക്ടീസസ് എന്തൊക്കെ ആയിരിക്കണം എന്നുള്ളതൊക്കെയാണ് യൂണിറ്റ് 11 പറയുന്നത്. ഇനി യൂണിറ്റ് 12 നോക്കുകയാണെങ്കിൽ എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ മാനേജിങ് ഹെൽത്ത് സേഫ്റ്റി ആൻഡ് ഒക്കുപേഷണൽ ഹസാർഡ്സ് ഇൻ റീറ്റെയിൽ ഇൻഡസ്ട്രി. സോ നമ്മളൊരു ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു നമുക്ക് അവിടെ ഒരു ബിൽഡിങ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഏരിയയൊക്കെ ഉണ്ടാവുമല്ലോ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് അവിടെ അവിടുത്തെ ഹെൽത്തും അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ അവിടുത്തെ സേഫ്റ്റി, ഇപ്പോൾ ഒരുപാട് മെഷീൻസ് നമ്മൾ ഓരോ പ്രൊഡക്ഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. സോ അതിൻ്റെയൊക്കെ സേഫ്റ്റി, അതേപോലെ ഒക്കുപേഷണൽ ഹസാർഡ്സ് ഉണ്ടാവാതിരിക്കും. നമ്മളിപ്പോൾ ഫയർ വെച്ചിട്ട് അല്ലെങ്കിൽ തീ നമ്മളിപ്പോൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ എല്ലാം നല്ല എംപ്ലോയീസിനാണെങ്കിലും എല്ലാം നമ്മൾ സേഫ് ആയിട്ട് നല്ല രീതിയിലൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നല്ലൊരു എൻവയോൺമെന്റ് നല്ല രീതിയിലൊരു സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ എപ്പോഴും ക്രിയേറ്റ് ചെയ്തിരിക്കണം. അപ്പം നമ്മൾ ഈ ഒരു ഹെൽത്ത് മാനേജ് ചെയ്യാനും സേഫ്റ്റി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഉണ്ടാവും ഒക്കുപേഷണൽ ഹസാർഡ്സ് ഇതൊന്നും ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ ഹസാർഡ്സ് ഒന്നും ഉണ്ടാവാതിരിക്കാനും സേഫ് ആയിട്ടൊക്കെ ഒരു ഓർഗനൈസേഷൻ എങ്ങനെ കൊണ്ടുപോകാം അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എത്തിക്കൽ കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 12 ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇനി അടുത്തൊരു പേപ്പർ എന്ന് പറയുന്നത് BEGLA 136 ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ്. സോ ഇത് നമ്മുടെ സെമിസ്റ്റർ 1 പേപ്പറാണ്. സോ എനിക്ക് തോന്നുന്നു കാരണം എല്ലാവരും പഠിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പേപ്പർ ആയിരിക്കും ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. സോ ഇതിൽ ഫസ്റ്റ് ബ്ലോക്ക് 1 എക്സ്പ്ലോറിംഗ് ദി ജോബ് മാർക്കറ്റ് ആണ്. സോ ഇതിൽ നമുക്ക് അതിൻ്റെ ഒരു കോഴ്സ് ഇൻട്രൊഡക്ഷൻ, ബ്ലോക്ക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. യൂണിറ്റ് 1 ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് 4 യൂണിറ്റ്സ് ആണുള്ളത്. സോ ബ്ലോക്ക് 1 എന്ന് പറയുകയാണെങ്കിൽ പ്രൊഫൈലിംഗ് വൺ സെൽഫ് ഫോർ എ ജോബ്. സോ നമ്മളിപ്പോൾ ഒരു ആ ബ്ലോക്കിന്റെ പേര് തന്നെ അറിയാം, നമുക്ക് ജോബ് മാർക്കറ്റിൽ നമ്മളിപ്പം എങ്ങനെയൊക്കെ എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ തന്നെ ഒന്ന് പ്രൊഫൈൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് യൂണിറ്റ് 1 എങ്ങനെയൊക്കെ നമുക്കത് ചെയ്യാം എന്നുള്ളതാണ് യൂണിറ്റ് 1 വരുന്നത്. പിന്നെ യൂണിറ്റ് 2 എന്ന് പറയുകയാണെങ്കിൽ സെർച്ചിങ് ഫോർ എ ജോബ്. സോ ഒരു ജോബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെയാണ് യൂണിറ്റ് 2 വരുന്നത്. യൂണിറ്റ് 3 എന്ന് പറയുകയാണെങ്കിൽ റെസ്പോണ്ട് ടു ജോബ് അഡ്വർടൈസ്മെന്റ്സ്. സോ നമ്മൾ നിരവധി ജോബ് അഡ്വർടൈസ്മെന്റ്സ് കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. സോ അതിന് നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആണ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത്. സോ അത് ഏതൊക്കെ രീതിയിൽ റെസ്പോണ്ട് ചെയ്യണം എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് യൂണിറ്റ് 3 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂണിറ്റ് 4 എന്ന് പറയുന്നത് പ്രിപ്പയറിംഗ് ഫോർ ദി ജോബ്. ആ ഒരു ജോബിന് വേണ്ടി നമ്മൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യണം എന്നുള്ളതാണ് യൂണിറ്റ് 4. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ഒരുപാട് കാര്യങ്ങൾ തരുന്ന
ഒരു പേപ്പറാണ് ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഇനി ഇതിന്റെ ബ്ലോക്ക് 2 എന്ന് പറയുകയാണെങ്കിൽ പ്രിപ്പയറിംഗ് ഫോർ ജോബ് ഇന്റർവ്യൂ. നമ്മളൊരു ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് നമുക്കറിയാം നമുക്ക് ഒരുവിധം എല്ലാവർക്കും ഒരു ഇന്റർവ്യൂ എന്തായാലും ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ. സോ ആ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ നമുക്ക് യൂണിറ്റ് 5 യൂസിങ് ബോഡി ലാംഗ്വേജ് എഫക്റ്റീവ്ലി. സോ നമുക്കറിയാം നമുക്ക് നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മളിപ്പോൾ ഒരുപാട് ഇങ്ങനെ കാണാപ്പാടെ പഠിച്ചു വെച്ച് നമ്മൾ പറയുന്നത് മാത്രം അടിപൊളിയായിട്ട് കാര്യമില്ല. നമ്മൾ അവിടെ ഇരിക്കുന്നതിന്റെ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജും എല്ലാം ഇറ്റ് മാറ്റേഴ്സ്. സോ ആ ഒരു എങ്ങനെയൊക്കെ നമ്മൾ എഫക്റ്റീവ്ലി നമ്മുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് യൂണിറ്റ് 5 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് യൂണിറ്റ് 6 വരികയാണെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ മേക്കിംഗ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെ അത് നമ്മൾ നല്ല രീതിയിലൊരു പോർട്ട്ഫോളിയോ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് യൂണിറ്റ് 6 വരുന്നുണ്ട്. പിന്നെ യൂണിറ്റ് 7 നോക്കുകയാണെങ്കിൽ നമ്മുടെ CV, കരിക്കുലം വിട്ട് CV നമ്മൾ എങ്ങനെ എഴുതണം, നമ്മൾ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് CV എന്ന് പറയുന്നത്. സോ ഈ ഒരു CV നമുക്ക് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ഒരു CV പ്രിപ്പയർ ചെയ്യാം, അതിന്റെ റൈറ്റിംഗും കാര്യങ്ങളൊക്കെ യൂണിറ്റ് 7 ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂണിറ്റ് 8 വരികയാണെങ്കിൽ പ്രിപ്പയറിംഗ് ടു ഫേസ് ആൻ ഇന്റർവ്യൂ. സോ കുറച്ച് പേർക്കൊക്കെ ഒരു പേടി അല്ലെങ്കിൽ ഒരു പേടിയല്ല, നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ ഫേസ് ചെയ്യാന്നൊക്കെ പറയുന്നത്. സോ അതൊക്കെ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ നമുക്കൊരു ഇന്റർവ്യൂവിന് ആവശ്യമാണ്. സോ അത് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മളവിടെ പ്രിപ്പയർ ചെയ്യണം. ആൻഡ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രം പോരല്ലോ, നമ്മുടെ ഓവറോൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ നോക്കും. നമ്മുടെ ഇപ്പം നേരത്തെ പറഞ്ഞ ജെസ്റ്റേഴ്സ് ആണെങ്കിലും ഈവൻ ഐ മൂവ്മെന്റ്, ഹാൻഡ് മൂവ്മെന്റ് എല്ലാവരും നോക്കും. സോ അതെല്ലാം നമുക്ക് എല്ലാം നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ നല്ല രീതിയിൽ ഒരു ഇന്റർവ്യൂവിന് ഫേസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് യൂണിറ്റ് 8 അറിയാൻ പറ്റും. ഇനി ബ്ലോക്ക് 3 എന്ന് പറയുകയാണെങ്കിൽ സ്കിൽ ഫോർ ദി വർക്ക് പ്ലേസ്. സോ നമുക്ക് ആ ഒരു വർക്ക് പ്ലേസ് നമ്മൾ വർക്ക് ചെയ്യുന്ന അവിടെ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്കിൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ അതിൽ യൂണിറ്റ് 9 വരുന്നത് എറ്റിക്വിറ്റും കൾച്ചറൽ അവയർനെസ് ആൻഡ് ജെൻഡർ പെർസെപ്ഷൻസ് ആണ്. സോ ജനറൽ ആയിട്ട് നമുക്ക് വേണ്ട ഒരുപാട് എറ്റിക്വിറ്റും അതേപോലെ എന്താ പറയാ നമുക്കറിയാം ഒരു ഡൈവേഴ്സിഫൈഡ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും ഒരു ഓർഗനൈസേഷനിലൊക്കെ. സോ ആ ഒരു കൾച്ചറൽ അവയർനെസ്സും ജെൻഡർ പെർസെപ്ഷൻസും കാര്യങ്ങളൊക്കെ യൂണിറ്റ് 9 വരുന്നത്. യൂണിറ്റ് 10 എന്ന് പറയുകയാണെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് കസ്റ്റമേഴ്സ്, നമ്മുടെ കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കുക, അതെങ്ങനെയൊക്കെ മനസ്സിലാക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് യൂണിറ്റ് 10 ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. യൂണിറ്റ് 11 എസെൻഷ്യൽസ് ഓഫ് കസ്റ്റമർ സർവീസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കസ്റ്റമർ നമ്മളിപ്പോ ഒരു സംഭവം എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ കസ്റ്റമറുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും അവസാനിക്കുന്നില്ല. നല്ല രീതിയിലുള്ള കസ്റ്റമർ സർവീസ് നമ്മൾ എപ്പോഴും കൊടുക്കണം. അത് പോസ്റ്റ് സർവീസ് ആയാലും പ്രീ സർവീസ് എല്ലാം അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. സോ ആ ഒരു കസ്റ്റമർ സർവീസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് യൂണിറ്റ് 11 ഡിസ്കസ് ചെയ്യാം. യൂണിറ്റ് 12 എന്ന് പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി വർക്ക് എത്തിക്സ്. നമ്മൾ എത്തിക്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, അത് ബിസിനസ് എത്തിക്സ് ആണ് പറഞ്ഞത്. പക്ഷെ ഇതാണ് ഈ എത്തിക്സ് എന്ന് പറയുന്ന കാര്യം എല്ലാത്തിനും നമുക്ക് അപ്ലിക്കബിൾ ആണ്. വർക്കിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ലൈഫിലാണെങ്കിലും എല്ലാം ഏതൊരു ഏരിയ എടുത്താലും നമുക്ക് അവിടെ എത്തിക്സ് അപ്ലിക്കബിൾ ആണ്. സോ നമ്മളൊരു വർക്ക് റിലേറ്റ് ചെയ്തിട്ട് വർക്ക് എത്തിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് യൂണിറ്റ് 12 പഠിക്കുന്നത്. ഇനി അടുത്തത് വരുന്നത് ബ്ലോക്ക് 4 ആണ്. സോ ഇതിൽ സ്കിൽസ് ഫോർ ദി വർക്ക് പ്ലേസ്, അതിന്റെ സെക്കൻഡ് പാർട്ട് ആയിട്ടാണ് വരുന്നത്. സോ ഇതിൽ നമുക്ക് യൂണിറ്റ് 13 പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഡിസ്കഷൻസ്. സോ ഒബ്വിയസ്ലി നമ്മളിപ്പോൾ ഒരു വർക്ക് പ്ലേസ് പോകുമ്പോൾ നമുക്ക് ഒരിക്കലും ജസ്റ്റ് മിണ്ടാതെ ഇങ്ങനെ പോയിട്ട് നമ്മുടെ പണി ചെയ്യാൻ തിരിച്ചു വരിക, അങ്ങനെ ഒരിക്കലും നമുക്ക് ഇരിക്കാൻ പറ്റില്ല അല്ലെ. ഒബ്വിയസ്ലി നമുക്കൊരു ഡിസ്കഷൻ ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് അവിടെ ഇൻവോൾവ് ചെയ്യേണ്ടി വരും. സോ നമ്മളൊരു ഡിസ്കഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, കാരണം ഡിസ്കഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേരുണ്ടാവും. സോ എല്ലാവരും അവരുടെ ഒപ്പീനിയൻ ഒക്കെ പറയുന്നുണ്ടാവും. സോ ആ ടൈമിലൊക്കെ നമ്മൾ എങ്ങനെ ഇപ്പൊ ചിലപ്പോൾ ഒരാൾ പറയുന്നതിന്റെ ഇടയിൽ നമ്മൾ പറയാൻ അപ്പൊ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ അതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒരു ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 13 നമുക്ക് വരുന്നത്. യൂണിറ്റ് 14 എന്ന് പറയുകയാണെങ്കിൽ മേക്കിംഗ് പ്രസന്റേഷൻസ്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാം ഇപ്പൊ നമ്മളിപ്പോ എന്തൊരു കാര്യം നമ്മൾ പ്രസന്റ് ചെയ്യുകയാണെങ്കിലും നമ്മളത് വിത്ത് പ്രസന്റേഷൻ ആണ് നമ്മൾ എല്ലാ ഓർഗനൈസേഷൻസിലും എല്ലാം ചെയ്യുന്നത്. സോ ആ ഒരു പ്രസന്റേഷൻ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കുന്നത്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളതൊക്കെ നമുക്ക് യൂണിറ്റ് 14 അറിയാൻ പറ്റും. യൂണിറ്റ് 15 നോക്കുകയാണെങ്കിൽ റൈറ്റിംഗ് ബിസിനസ് ലെറ്റേഴ്സ്. സോ നമ്മൾ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഓർഗനൈസേഷന് വേണ്ടി നമ്മൾ അതൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. സോ ഒരു ബിസിനസ് ലെറ്റർ നമ്മൾ എങ്ങനെ എഴുതാം എന്നുള്ളതൊക്കെ യൂണിറ്റ് 15 വരുന്നുണ്ട്. പിന്നെ യൂണിറ്റ് 16 നോക്കുകയാണെങ്കിൽ ഇമെയിൽസ്, റൈറ്റിംഗ് ബിസിനസ് ഇമെയിൽസ്. നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഓരോ പാർട്ടീസുമായിട്ടും അല്ലെങ്കിൽ ഓരോ രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇമെയിൽസും കാര്യങ്ങളൊക്കെ അയക്കേണ്ടത് ത്രൂ ഇമെയിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. സോ ആ ഒരു ഇമെയിൽസ് ഇതെല്ലാം നമ്മൾ ബിസിനസ് ഇമെയിൽസ് ഒക്കെ പറയുമ്പോൾ എല്ലാം ഭയങ്കര സ്ട്രക്ചേർഡ് ആൻഡ് ഫോർമൽ ആയിരിക്കും. സോ എങ്ങനെ നമുക്കൊരു ബിസിനസ് ഇമെയിൽ എഴുതാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെയാണ് യൂണിറ്റ് 16 വരുന്നത്. സോ ഇനി അടുത്തൊരു പേപ്പർ എന്ന് പറയുന്നത് BE 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ്. സോ നമ്മളിത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ എൻവയോൺമെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്ന ഒരു എക്സാം ആണ്.
ആൻഡ് നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവും. സോ അതിൽ നമ്മൾ കറക്റ്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്ന അങ്ങനത്തെ ടൈപ്പ് ഓഫ് എക്സാംസ് ആണ്. ബാക്കി ഇതുവരെ പറഞ്ഞുള്ള എല്ലാ പേപ്പേഴ്സും ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള നമുക്ക് വരുന്നത് തന്നെയാണ്. അപ്പൊ ഈ ഒരു പേപ്പറാണ് നമുക്ക് ഒബ്ജക്റ്റീവ് ആയിട്ട് എക്സാംസിന് ചോദിക്കാറ്. സോ ഇതിൽ നമുക്ക് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ നമുക്ക് ബ്ലോക്ക് 1 എൻവയോൺമെന്റ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ എൻവയോൺമെന്റ് സ്റ്റഡീസ് എന്താണ്, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ബ്ലോക്ക് 1 കൊടുക്കുന്നത്. പിന്നെ ബ്ലോക്ക് 2 എന്ന് പറയുകയാണെങ്കിൽ നാച്ചുറൽ റിസോഴ്സസ് ആണ്. പിന്നെ ബ്ലോക്ക് 3 പറയുകയാണെങ്കിൽ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ഇഷ്യൂസും കൺസേൺസും കാര്യങ്ങളൊക്കെയാണ്. ബ്ലോക്ക് 4 നമ്മുടെ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോളിസീസും ഒരുപാട് പ്രാക്ടീസസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ അതൊക്കെയാണ് ബ്ലോക്ക് 4 ഡിസ്കസ് ചെയ്യുന്നത്. സോ ബ്ലോക്ക് 1 ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ നമുക്ക് എൻവയോൺമെന്റ് ഇൻട്രൊഡക്ഷൻ, അപ്പൊ അതിൽ നമുക്ക് 3 യൂണിറ്റ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് നമ്മുടെ എൻവയോൺമെന്റിനെ കുറിച്ച് എന്താണ് എന്നുള്ളതാണ് യൂണിറ്റ് 1 വരുന്നത്. യൂണിറ്റ് 2 എന്ന് പറയുന്നത് എക്കോസിസ്റ്റം, എന്താണ് എക്കോസിസ്റ്റം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 2. പിന്നെ യൂണിറ്റ് 3 പറയുകയാണെങ്കിൽ മേജർ ആയിട്ടുള്ള എക്കോസിസ്റ്റംസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് യൂണിറ്റ് 3. ഇനി ബ്ലോക്ക് 2 പോകുന്ന സമയത്ത് നാച്ചുറൽ റിസോഴ്സ് ആണ്. നമുക്കറിയാം എന്തൊക്കെ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളത്. സോ അതിൽ യൂണിറ്റ് 4 ലാൻഡ് ആൻഡ് വാട്ടർ റിസോഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ യൂണിറ്റ് 5 എന്ന് പറയുകയാണെങ്കിൽ ഫോറസ്റ്റ് റിസോഴ്സസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 6 എന്ന് പറയുകയാണെങ്കിൽ ബയോഡൈവേഴ്സിറ്റി, അതിന്റെ വാല്യൂസും സർവീസസും കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 6 ഡിസ്കസ് ചെയ്യുക. യൂണിറ്റ് 7 എന്ന് പറയുകയാണെങ്കിൽ എനർജി റിസോഴ്സസ് ആണ് യൂണിറ്റ് 7 വരുന്നത്. സോ ഇനി നമുക്ക് BEVAE 181 എൻവയോൺമെന്റ് സ്റ്റഡീസിൽ ബ്ലോക്ക് 3 നോക്കാം. ബ്ലോക്ക് 3 വരുന്ന സമയത്ത് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ് ആണ്. സോ അത് നമുക്ക് യൂണിറ്റ് 8 ബയോഡൈവേഴ്സിറ്റി, അതിൽ വരുന്ന ബയോഡൈവേഴ്സിറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ ത്രെട്ടും അതേപോലെ അതിന്റെ കൺസർവേഷനും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ യൂണിറ്റ് 9 നോക്കുകയാണെങ്കിൽ എൻവയോൺമെന്റൽ പൊല്യൂഷനും അതിന്റെ ഹസാർഡ്സും കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 9. പിന്നെ യൂണിറ്റ് 10 എന്ന് പറയുകയാണെങ്കിൽ വേസ്റ്റ് മാനേജ്മെന്റ്. സോ നമുക്കറിയാം ഒരുപാട് വേസ്റ്റ് നമുക്ക് ഉണ്ടാവും ഒരു ഓർഗനൈസേഷൻ, അതൊക്കെ നമ്മൾ എങ്ങനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് യൂണിറ്റ് 10 വരുന്നത്. പിന്നെ യൂണിറ്റ് 11 ഗ്ലോബൽ എൻവയോൺമെന്റൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് 4 പോവുകയാണെങ്കിൽ പ്രൊട്ടക്ടിങ് അവർ എൻവയോൺമെന്റ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. സോ ഇപ്പം ഒരുപാട് പോളിസീസും പ്രാക്ടീസസും എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നുണ്ട്. സോ അതിൽ യൂണിറ്റ് 12 എൻവയോൺമെന്റൽ ലെജിസ്ലേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ യൂണിറ്റ് 13 പോവുകയാണെങ്കിൽ ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ് ആൻഡ് എൻവയോൺമെന്റ്. ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയും എൻവയോൺമെന്റും തമ്മിലുള്ള കാര്യങ്ങളൊക്കെയാണ് യൂണിറ്റ് 13 വരുന്നത്. പിന്നെ യൂണിറ്റ് 14 പോകുമ്പോൾ എൻവയോൺമെന്റൽ എത്തിക്സ് ആണ് യൂണിറ്റ് 14 വരുന്നത്. ഇനി ഇതോടൊപ്പം നമുക്ക് ഒരു പേപ്പറും കൂടെ വരുന്നുണ്ട്. ദാറ്റ് ഇസ് BCOS 183 കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ അതിന് നമുക്ക് 5 ബ്ലോക്ക് ആണ് വരുന്നത്. സോ അതിൽ ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ബേസിക്സ് ആണ്, കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് വരുന്നത്. ബ്ലോക്ക് 2 എന്ന് പറയുന്നത് ഡാറ്റ ഹാൻഡ്ലിംഗ്, ഒരു ഡാറ്റ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അതിനെ കുറിച്ചൊക്കെയാണ് ബ്ലോക്ക് 2 വരുന്നത്. ഇനി ബ്ലോക്ക് 3 പോവുകയാണെങ്കിൽ വേർഡ് പ്രോസസ്സിനെ കുറിച്ചാണ് ബ്ലോക്ക് 3 വരുന്നത്. പിന്നെ ബ്ലോക്ക് 4 പവർ പോയിന്റ് പ്രസന്റേഷൻസും മൾട്ടിമീഡിയ. നമുക്ക് എപ്പോഴും നമുക്ക് എല്ലാ കാര്യത്തിനും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് PPT. നമ്മൾ അറിയാം നമുക്ക് എന്തിനും നമ്മൾ PPT ഉണ്ടാക്കുക എന്നുള്ള എന്തൊരു കാര്യം പ്രസന്റ് ചെയ്യണം. സോ അതെങ്ങനെ നമുക്ക് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടൊരു പവർ പോയിന്റ് പ്രസന്റേഷൻസ് ഒക്കെ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെയാണ് ബ്ലോക്ക് 4 വരിക. ബ്ലോക്ക് 5 വരികയാണെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് ആണ്. സ്പ്രെഡ്ഷീറ്റും ബിസിനസ് നമ്മൾ എങ്ങനെയൊക്കെ അത് അപ്ലൈ ചെയ്യുന്നു അതുണ്ടെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് ആൻഡ് ബിസിനസ് ആപ്ലിക്കേഷൻ ആണ് ബ്ലോക്ക് 5 വരുന്നത്. സോ ഇത്രയും സബ്ജക്ട്സ് ആണ്. ഓൾ ടുഗദർ നമുക്കൊരു 8 സബ്ജക്ട്സ് ആണ് 1 ഇയറിലേക്ക് ഫസ്റ്റ് ഇയറിൽ മാത്രമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് അതിൽ 4 സബ്ജക്ട് ഫസ്റ്റ് സെമ്മിലും 4 സബ്ജക്ട് സെക്കൻഡ് സെമ്മിലും. സോ ഫസ്റ്റ് സെമ്മിൽ നമുക്ക് വരുന്നത് ബിസിനസ് ഓർഗനൈസേഷനും കമ്പ്യൂട്ടർ അപ്ലിക്കേഷനും എൻവയോൺമെന്റ് സ്റ്റഡീസും പിന്നെ അതേപോലെ ഇംഗ്ലീഷും ആണ് മെയിൻ ആയിട്ട് ഫസ്റ്റ് സെമ്മിൽ നമ്മൾ ഇപ്പൊ കറന്റ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട 4 പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും സ്ലൈഡൊക്കെ വെച്ച് ഇത്രയൊക്കെ അങ്ങനെ കാണുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും, അയ്യോ ഇത്രയൊക്കെ പഠിക്കാനുണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ ഇനി പഠിച്ച് തീരോ, ഈ ഒരു 4-5 മാസത്തിൽ തീരോ എന്നുള്ള ടെൻഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ ഇതിപ്പോ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇത്രയും തോന്നുകയാണ്. നമ്മളിപ്പോ പഠിച്ച് തുടങ്ങുമ്പോൾ വളരെ അല്ലെങ്കിൽ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. നമുക്കിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇത്ര ബ്ലോക്ക് ഇത്ര യൂണിറ്റ് എന്നൊക്കെ രീതിയിൽ പറഞ്ഞു പോകണം. പക്ഷെ നമുക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ ഇത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടൊന്നും അവിടെ ഉണ്ടാവില്ല കേട്ടോ. ദാറ്റ് ഇസ് അത്ര നമ്മൾ ടെൻഷൻ അടിക്കേണ്ട അത്ര അങ്ങനെ കാര്യപ്പെട്ട കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാം നമുക്ക് ഒരുവിധം എല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു സിലബസിന്റെ കാര്യങ്ങൾ ഓവറോൾ ആയിട്ട് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം നമ്മളെല്ലാവരും ഇപ്പം BBAയുടെ ഫസ്റ്റ് ഇയറിലെ എല്ലാ സബ്ജക്ട്സും ഡീറ്റെയിൽ ആയിട്ട് കേട്ടു അല്ലെ. ഓരോ സബ്ജക്ട്സും ഏതൊക്കെയാണെന്നുള്ളതും ഓരോ സബ്ജക്ട്സിൽ വരുന്ന ബ്ലോക്സും എത്ര യൂണിറ്റ്സ് ആണ് വരുന്നത്, ഓരോ സബ്ജക്റ്റിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത് എന്നുള്ള ഒരു ഏകദേശ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. കംപ്ലീറ്റ് ആയിട്ട് ഒരു ഓവർവ്യൂ എന്നുള്ള രീതിക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. ബിക്കോസ് നമ്മളെല്ലാം ഒരുമിച്ച് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി കൺഫ്യൂഷൻ ഉണ്ടാവും. എങ്കിൽ പോലും എവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ എങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ഇത് പഠിച്ചത് കൊണ്ട് മാത്രം നമ്മുടെ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആവുന്നില്ല.
നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷനും അതുപോലെ തന്നെ നമ്മുടെ അസൈൻമെന്റ്സും അതുകൂടി കംപ്ലീറ്റ് ആവുമ്പോൾ അല്ലെങ്കിൽ അതും കൂടി ഇൻക്ലൂഡഡ് ആവുമ്പോഴേ നമ്മുടെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് നോക്കാം. അസൈൻമെന്റ്സ് പാസ് മാർക്കും എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അസൈൻമെന്റ്സ് എഴുതുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. ഞാൻ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻസിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ അസൈൻമെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മളിപ്പം പറഞ്ഞ പോലെ ഫസ്റ്റ് ഇയറിലേക്ക് വരുന്ന നമ്മുടെ എക്സാംസ് വരുന്നത് സെമസ്റ്റർ വൈസ് ആണ്. നമുക്കറിയാം നമ്മുടെ എക്സാംസ് വരുന്നത് അല്ലെങ്കിൽ ഇഗ്നോ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് ജൂണിലും ഡിസംബറിലും ആണ്. ഇയർലി 2 ടൈംസ് ആണ് നമുക്ക് എക്സാംസ് വരുന്നത്. സോ നമുക്ക് 2 തവണകളായിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ BBA എക്സാംസ് വരുന്നത് സെമസ്റ്റർ വൈസ് ആണ്. സെമസ്റ്റർ വൈസ് തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ അസൈൻമെന്റ്സ് കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന്റെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടേം ആൻഡ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ജൂൺ ആൻഡ് ഡിസംബറിലാണ് വരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഈ പറയുന്ന രീതിക്ക് നമ്മൾ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്ത് നമ്മൾ ടേം ആൻഡ് എക്സാമിനേഷൻ ഒരു 2 months ബിഫോർ തന്നെ നമ്മൾ ഓൺലൈൻ ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്യുകയും ആ ഒരു പ്രാക്ടിക്കലി നമുക്ക് പേപ്പേഴ്സോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു രീതിയിൽ പ്രാക്ടിക്കലി ആയിട്ട് ചെയ്തു പോകേണ്ടതുള്ളൂ. നമുക്ക് തിയറി പേപ്പേഴ്സ് ആണ് ഫസ്റ്റ് ഇയറിലേക്ക് വരുന്നത്. സോ അതിന്റെ ഒരു രജിസ്ട്രേഷൻ ഏകദേശം ജൂണിലാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ മാർച്ചിലായിട്ട് നമുക്ക് രജിസ്ട്രേഷൻ വരുന്നുണ്ടാവും. അതുപോലെ തന്നെ ഡിസംബറിലാണ് നമ്മൾ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ വരുന്നുണ്ടാവുക ഒക്ടോബർ നവംബർ ആയിട്ടായിരിക്കും നമുക്ക് രജിസ്ട്രേഷൻസ് വരുന്നുണ്ടാവുക. സോ ആ ഒരു രീതിയിൽ നമ്മൾ ഓൺലൈൻ ആയിട്ട് നമുക്ക് എക്സാമിനേഷൻ സെന്റേഴ്സ് സെലക്ട് ചെയ്ത് എക്സാം രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ അറ്റൻഡ് ചെയ്യുന്ന എക്സാമിൽ നമുക്ക് പാസ് മാർക്ക് ആയിട്ട് നമ്മൾ സ്കോർ ചെയ്യേണ്ടത് ഈച്ച് സബ്ജക്റ്റിൽ നമ്മൾ 35% ആണ്. ഔട്ട് ഓഫ് 100 ആയിരിക്കും നമുക്ക് എക്സാംസ് വരുന്നുണ്ടാവുക. അതിൽ 35 ആയിരിക്കണം നമ്മൾ പാസ് മാർക്ക് ആയിട്ട് സ്കോർ ചെയ്യേണ്ടത്. നമുക്കറിയാം 3 ഇയർ ഡിഗ്രി എന്നുള്ളത് നമുക്ക് 5 ഇയർ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ബട്ട് നമ്മൾ മാക്സിമം 3 ഇയേഴ്സ് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ടേം ആൻഡ് എക്സാമിനേഷൻസ് എല്ലാം പ്രോപ്പർ ആയിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇമ്പോർട്ടന്റ് പാർട്ടാണ് അസൈൻമെന്റ്സ് എന്നുള്ളത്. അസൈൻമെന്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ഓരോ സബ്ജക്റ്റിനും, അതായത് ഇയർലി നമുക്ക് വരുന്ന 8 സബ്ജക്ട്സിനും നമ്മൾ എന്ത് ചെയ്യണം, ഓരോ അസൈൻമെന്റ്സ് വീതം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. അസൈൻമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ ഹാൻഡ് റൈറ്റിംഗിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എന്താണ് ആൻസർ ഷീറ്റ്സ് അഥവാ അസൈൻമെന്റ്സ് ആയിരിക്കണം. അതായത് നമ്മൾ ഇഗ്നോ രജിസ്ട്രേഷൻ അഥവാ അഡ്മിഷൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു കോളേജ് സ്റ്റഡി സെന്റർ ആയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടാവും. ആ ചൂസ് ചെയ്യുന്ന സ്റ്റഡി സെന്റർ നമ്മൾ ഈ പ്രിപ്പയർ ചെയ്തിട്ടുള്ള അസൈൻമെന്റ്സ് അവർ പറയുന്ന ഡ്യൂ ഡേറ്റിനകത്ത്, അതായത് ഏകദേശം ജൂണിൽ എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഒരു ലേണർ ആണെങ്കിൽ നമുക്ക് സബ്മിഷൻ ഡേറ്റ് വരുന്നുണ്ടാവുക മാർച്ച് ഏപ്രിൽ ആയിട്ടായിരിക്കും. അതുപോലെ തന്നെ ഡിസംബറിൽ അറ്റൻഡ് ചെയ്യുന്ന ലേണർ ആണെങ്കിൽ ഒക്ടോബർ ടു നവംബർ എന്നുള്ള രീതിക്കായിരിക്കും ആ ഒരു അസൈൻമെന്റ് സബ്മിഷൻ വരുന്നുണ്ടാവുക. അസൈൻമെന്റ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഇഗ്നോയുടെ സൈറ്റിൽ അപ്ഡേറ്റ് ആവുന്നുണ്ടാവും. ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഷോർട്ട് കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു അസൈൻമെന്റ്സിൽ നമ്മുടെ സിലബസ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നമുക്ക് അവൈലബിൾ ആവുന്നുണ്ടാവുക. ഈ ഒരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നമ്മുടെ തന്നെ ഹാൻഡ് റൈറ്റിംഗിൽ മിനിമം 30 പേജസ് എങ്കിലും വരുന്ന രീതിയിൽ ഒരു അസൈൻമെന്റ്സ്, അതായത് ഒരു സബ്ജക്റ്റിന്റെ അസൈൻമെന്റ്സ് പ്രിപ്പയർ ചെയ്യുകയും അത് നമ്മുടെ സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യുകയും അവർ പറയുന്ന ഡ്യൂ ഡേറ്റിനകത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടേം ആൻഡ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആ ഒരു കാര്യം നമ്മൾ മാക്സിമം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ സബ്മിറ്റ് ചെയ്യുന്ന അസൈൻമെന്റ്സിന്റെ എപ്പോഴും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി, അതായത് സോഫ്റ്റ് കോപ്പി ആയിട്ടോ ഹാർഡ് കോപ്പി ആയിട്ടോ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് ആഫ്റ്റർ 1 month നിങ്ങൾക്ക് സ്റ്റഡി സെന്ററുമായി കണക്ട് ചെയ്ത് അതിന്റെ കറക്റ്റഡ് കോപ്പി, അതായത് നമ്മുടെ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്, നമ്മുടെ മാർക്ക്ഡ് കോപ്പി അസൈൻമെന്റ്സിന്റെ നമുക്ക് റിസീവ് ചെയ്യാവുന്നതാണ്. ഈ സബ്മിറ്റ് ചെയ്യുന്ന അസൈൻമെന്റ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷൻ പോലെ തന്നെ 35% ആണ് ഔട്ട് ഓഫ് 100 35% ആണ് നമ്മൾ പാസ് മാർക്ക് ആയിട്ട് സ്കോർ ചെയ്യേണ്ടത്. അഥവാ നമുക്ക് ഒരു 35% ബിലോ ആണ് നമുക്ക് ആ ഒരു അസൈൻമെന്റ്സിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ അസൈൻമെന്റ്സ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അസൈൻമെന്റ്സും ടേം ആൻഡ് എക്സാമിനേഷനും. സോ അസൈൻമെന്റ്സും ടേം ആൻഡ് എക്സാമിനേഷനും ഇന്റർ കണക്റ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. സോ നമുക്ക് ആ ഒരു അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്ത് വരുന്നതിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള അസൈൻമെന്റ്സിന്റെ 30% ആയിരിക്കും നമ്മുടെ ഓവറോൾ ഗ്രേഡ് കാർഡിലേക്ക് കൺസിഡർ ചെയ്യുന്ന മാർക്സ് എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷന്റെ 70%ഉം അസൈൻമെന്റ്സിന്റെ 30% എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ഫൈനൽ ഗ്രേഡ് കാർഡ് വരുന്ന സമയത്ത് നമ്മുടെ ഗ്രേഡ് ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ടാവും. ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇത്രയാണ് നമ്മുടെ സിലബസ് വൈസ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു സിലബസിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടി. ഇനിയിപ്പോ ഈ ഒരു സിലബസ് നമ്മൾ എങ്ങനെ പഠിച്ചെടുക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സിലബസ് കവർ ചെയ്യാനായിട്ട് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള നമുക്കൊരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം ഇപ്പൊ നമ്മൾ നോക്കിയിരുന്നത് നമ്മുടെ യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ഒരു മാപ്പിംഗ് ആയിരുന്നു അല്ലെ. അപ്പൊ അതിന് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റ്സ് കവർ ചെയ്യാനായിട്ട് നമുക്ക് അവൈലബിൾ ആവുന്ന റിസോഴ്സസ് എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ മെന്റേഴ്സ് അല്ലെങ്കിൽ LSS പറഞ്ഞ പോലെ തന്നെ റെക്കോർഡഡ് ലെക്ചേഴ്സ് അഥവാ ഹെൽപ്പിംഗ് ബുക്ക് നമുക്ക് അവൈലബിൾ ആണ്, അതായത് വാല്യൂ ആഡഡ് നോട്ട്സ് അവൈലബിൾ ആണ്. അത് കൂടാതെ തന്നെ നമുക്ക് SLM, അതായത് ഇഗ്നോയുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ
മെറ്റീരിയൽ അഥവാ SLM നമുക്ക് അവൈലബിൾ ആണ്. ഈ പറയുന്ന കാര്യങ്ങളിലൂടെ ഒക്കെ നമ്മൾ കവർ ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ സിലബസ് അഥവാ നമ്മുടെ ഓരോ യൂണിറ്റ്സും നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കൺസെപ്റ്റുകൾ മനസ്സിലാക്കി തരുന്ന ഒരു PDF നോട്ട്സ് ആണ് നമുക്ക് എക്സാംപീഡിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഈ പറയുന്ന നമ്മുടെ സിലബസ് കവർ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന റിസോഴ്സസ് ആണ്. ഒരു ഫാസ്റ്റ് ട്രാക്ക് പാത്ത്, അതായത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ പോർഷൻസ് കവർ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് പാത്ത് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ റെക്കോർഡഡ് ലെക്ചേഴ്സ് എന്നുള്ളത്. നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും നിങ്ങളുടെ റെക്കോർഡഡ് ലെക്ചേഴ്സ്. ആ ഒരു റെക്കോർഡഡ് ലെക്ചേഴ്സ് മാക്സിമം 1.25x ഇട്ട് നമ്മൾ ആ ഒരു വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഹെൽപ്പിംഗ് ബുക്സ് ആയിട്ടുള്ള വാല്യൂ ആഡഡ് നോട്ട്സ്, ESG അതായത് എക്സാം സ്പെഷ്യൽ ഗൈഡ് ബുക്സ്, എക്സാംപീഡിയ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ റെഫർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വൺ ഓഫ് ദ മെത്തേഡ് ഓഫ് ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ വൺ ഓഫ് ദ മെത്തേഡ് ആണ് എക്സാം, അതായത് നമ്മളിപ്പം എക്സാംപീഡിയ എന്നുള്ളത്. അതായത് എക്സാംസ് അടുക്കുന്ന സമയത്ത് നമ്മൾ ഏകദേശം സിലബസ് ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എക്സാംസ് അടുക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെ, നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എത്രത്തോളം നമ്മൾ പോർഷൻസ് കവർ ചെയ്തു എന്ന് പറഞ്ഞാൽ ടൈം ടേബിൾ ബേസിൽ നമ്മൾ കവർ ചെയ്തെങ്കിലും നമുക്ക് എന്തുണ്ടാവാം, കൺഫ്യൂഷൻസ് ഉണ്ടാവാം. സോ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് എക്സാംപീഡിയ. അതായത് എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അഥവാ ആൻസേഴ്സ് ആണ് നമുക്ക് അവിടെ അൾട്ടിമേറ്റ് അനാലിസിസിന്റെ ബേസിസിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് എക്സാംപീഡിയ എന്നുള്ളത്. അതിൽ നമുക്ക് ഓരോ യൂണിറ്റ് വൈസിൽ നിന്നും അല്ലെങ്കിൽ ഓരോ യൂണിറ്റ്സിൽ നിന്നും നമുക്ക് ഒരു 10 ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ആ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ അത് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ഫാസ്റ്റ് ട്രാക്ക് പാത്ത് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. ദാറ്റ് ഈസ് എക്സാംപീഡിയ എന്നുള്ളത്. അതുപോലെ തന്നെ അനദർ കൺസെപ്റ്റ് ആണ്, നമുക്ക് എത്രത്തോളം നമ്മൾ പോർഷൻസ് കവർ ചെയ്തെങ്കിലും പെർട്ടിക്കുലർ ഏരിയാസ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ കൺസെപ്റ്റുകൾ നമുക്ക് ടഫ് ആയിരിക്കും അല്ലെ. ആ ഒരു ടഫ് കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ ഇപ്പം ഡയഗ്രാം പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മെയിൻലി നമ്മുടെ റെക്കോർഡഡ് ലെക്ചേഴ്സ് സ്ലോലി നമ്മൾ നല്ല പോലെ തന്നെ അല്ലെങ്കിൽ എന്താണ് വൺ ടൈം എന്നുള്ളതിനപ്പുറത്തേക്ക് 2 or 3 ടൈംസ് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കാനും നമ്മുടെ എക്സാംപീഡിയ പോലുള്ള കാര്യങ്ങൾ റെഫർ ചെയ്യാനായിട്ടും ശ്രമിക്കുക. ആ ഒരു രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടഫ് കൺസെപ്റ്റുകളെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും ഈസി ആക്കി മാറ്റാനുമായിട്ട് പറ്റും. ആ ഒരു കോൺഫിഡൻസ് കുറവിൽ നിന്ന് നമുക്ക് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തെങ്കിൽ പോലും നമുക്ക് ഇതിന് അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മുടെ ഒരു കോർ സ്റ്റഡി സ്റ്റാക്ക് എന്നുള്ളതിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന വൺ ഓഫ് ദ ടൂളാണ് നമ്മുടെ റെക്കോർഡഡ് ലെക്ചേഴ്സ് അല്ലെ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ നമുക്ക് ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഓരോ സബ്ജക്ട്സിന്റെയും, അതായത് നിങ്ങളിപ്പം ഫസ്റ്റ് ഇയറിലേക്ക് പർച്ചേസ് ചെയ്തിട്ടുള്ള ലേണർ ആണെങ്കിൽ ഫസ്റ്റ് ഇയറിലെ എല്ലാ സബ്ജക്ട്സിന്റെയും ഓൾറെഡി റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. സോ ആ ഒരു റെക്കോർഡഡ് വീഡിയോസ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 1.25x ഇട്ട് നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, ഓരോ വീഡിയോസും ആസ് പെർ ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഓൾസോ നമ്മൾ ഓരോ വീഡിയോസും പോസ് ചെയ്ത് നമ്മുടെ കീവേഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്ത് മെന്റർഷിപ്പ് ലേണേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈവ് സെഷനിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ LSCസുമായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോവാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അനദർ ടൂൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതായിരുന്നു ഹെൽപ്പിംഗ് ബുക്ക് അഥവാ വാല്യൂ ആഡഡ് നോട്ട്. ഈ വാല്യൂ ആഡഡ് നോട്ട് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം SLMലും അതുപോലെ തന്നെ നമ്മുടെ ഇഗ്നോയുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമുക്ക് വൈഡ് ആയിട്ട് കൊടുത്തിട്ടുള്ള ടോപ്പിക്സ് എല്ലാം തന്നെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് വിത്തിൻ 2 or 3 ലൈൻസിൽ നമുക്ക് അതെന്താണ് കൺസെപ്റ്റ് എന്നുള്ള നിങ്ങളിലേക്ക് ഈസിലി കൺവേ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് വാല്യൂ ആഡഡ് നോട്ട് അഥവാ ഹെൽപ്പിംഗ് ബുക്ക് എന്നുള്ളത്. അത് മാക്സിമം നമ്മുടെ കീ ടേംസ് എന്താണെന്നുള്ളതും ഷോർട്ട് എക്സാമ്പിൾസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ടൂളാണ് നമ്മുടെ ഹെൽപ്പിംഗ് ബുക്ക് അഥവാ വാല്യൂ ആഡഡ് നോട്ട്. നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത എക്സാം അടുക്കെ നമ്മൾ അത്യാവശ്യം നമ്മൾ റെഫർ ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ് എക്സാംപീഡിയ അഥവാ എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്നുള്ളത് അല്ലെ. അതിൽ നമ്മൾ ഓൾറെഡി ഇപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് ചോദിച്ചു വരുന്ന ടോപ്പ് 10 ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോ യൂണിറ്റ് വൈസ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പം മുതൽ തന്നെ നമ്മുടെ ടൈം ടേബിൾ നമ്മൾ ഇന്ന് ലോഞ്ച് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ ഒരു ടൈം ടേബിൾ പ്രകാരം നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ എക്സാംപീഡിയയിലെ 2 ക്വസ്റ്റ്യൻസ് പെർ ഡേ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, പ്രാക്ടീസ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, മാക്സിമം പ്രാക്ടീസ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത അസൈൻമെന്റ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, എങ്ങനെ നമ്മൾ അസൈൻമെന്റ്സ് പ്രിപ്പയർ ചെയ്യും എന്നുള്ളത്. ആ അസൈൻമെന്റ്സ് പ്രിപ്പയർ ചെയ്യാനുള്ള നമുക്ക് ഗൈഡ് ബുക്ക് എവിടെ അവൈലബിൾ ആയിരിക്കും, നിങ്ങളുടെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിനെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, അതിന്റെ കീ പോയിന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യുന്ന ഗൈഡ് ബുക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് എവിടെയാണെന്നുള്ളത് നിങ്ങളുടെ മെന്റേഴ്സ് അല്ലെങ്കിൽ LSCസിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർ വേ നിങ്ങൾക്ക് കൺവേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നമ്മുടെ എക്സാംപീഡിയ പോലെ തന്നെ വരുന്ന വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ്
ഒരു ഫെസിലിറ്റി ആണ് PYQ അനാലിസിസ് അഥവാ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോ സബ്ജക്ട്സിലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് ഓരോ ടോപ്പിക്കിൽ നിന്നും മെൻഷൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് ക്ലിയർലി മെൻഷൻ ചെയ്ത് മനസ്സിലാക്കി തരുന്ന, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന ഒരു ഇതാണ് നമ്മുടെ PYQ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് ഡോക്യുമെന്റ് ആയിട്ടും വീഡിയോ ആയിട്ടും നിങ്ങൾക്ക് ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ദെൻ നമുക്ക് വരുന്നത് വിത്ത് മെന്റർഷിപ്പ് ലേണേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ, വിത്ത് മെന്റർഷിപ്പിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള ലേണേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൂളാണ് മെന്റർ കെയർ എന്നുള്ളത്. നിങ്ങളുടെ കൂടെ എല്ലാ സപ്പോർട്ടിനായിട്ടും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതിനായിട്ടും ത്രൂ ഔട്ട് ഒരു മെന്റർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ അതിലൂടെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിനായിട്ട് നിങ്ങൾക്ക് ഒരു ലൈവ് സെഷൻസ് അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ എക്സാം സ്പെഷ്യൽ സെഷൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് എക്സാംസ് അടുക്കുന്ന സമയത്ത് നമ്മുടെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എക്സാം ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ എവിടെയാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ എവിടെ ഫോക്കസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സസ് വിത്ത് മെന്റർഷിപ്പ് ലേണേഴ്സിന് അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഓൾസോ അതുപോലെ തന്നെ നമ്മുടെ മോഡൽ എക്സാംസ് നമുക്ക് പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇഗ്നോയുടെ എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഫസ്റ്റ് ഇയർ, എസ്പെഷ്യലി ഫസ്റ്റ് ഇയർ ലേണേഴ്സിന് നമുക്കൊരു പേടി ഉണ്ടാവും, നമ്മൾ എങ്ങനെ എക്സാംസ് അറ്റൻഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് അറ്റൻഡ് ചെയ്യേണ്ടത്, എങ്ങനെ നമുക്ക് ആ ഒരു എന്തായാലും ആ ഒരു കോൺഫിഡൻസ് കുറവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ അതൊന്ന് ബൂസ്റ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ആക്ച്വൽ നിങ്ങൾ എങ്ങനെയാണോ ടേം ആൻഡ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ 3 hours ഡ്യൂറേഷൻ വരുന്ന മോഡൽ എക്സാംസ് നമുക്ക് ലേൺ വൈസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ രജിസ്ട്രേഷൻസ്, എക്സാം രജിസ്ട്രേഷൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ സെക്കൻഡ് ഇയർ ആൻഡ് തേർഡ് ഇയർ രജിസ്ട്രേഷൻസ്, റീ രജിസ്ട്രേഷൻസ് ആയിക്കോട്ടെ, ഇതിന്റെ എല്ലാം ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്കൊരു ഹെൽപ്പിംഗ് ഡെസ്ക് അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് മെന്റലി നിങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്നതിനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം പലരും നമ്മൾ എല്ലാവരും ലേണേഴ്സ് ആണെങ്കിൽ പോലും പലരും നമ്മൾ സ്കൂൾ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു കോളേജ് സ്റ്റുഡന്റ് കാറ്റഗറിയിൽ വരുന്നവരല്ല അല്ലെ. പല പ്രാരാബ്ദങ്ങൾ അല്ലെങ്കിൽ പല ബിസി ലൈഫിന് ഇടയ്ക്ക് നമ്മൾ ഡിഗ്രി ഹോൾഡർ ആവാനായിട്ട് ആഗ്രഹിച്ചെത്തിയിട്ടുള്ളവരാണ്. സോ നമുക്ക് നമ്മുടേതായിട്ടുള്ള പല മെന്റൽ പ്രഷറുകൾ നമുക്ക് ഉണ്ടാവാം. സോ ആ ഒരു സമയത്ത് നമ്മളെ എന്താണ് ഹോൾഡ് ചെയ്ത് നിർത്തുന്നതിനും നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനും സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് നമ്മുടെ സൈക്കോളജിക് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഹാപ്പിനെസ് അംബാസിഡർ എന്നുള്ള ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി അഥവാ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, നമുക്കറിയാം എക്സാംസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ലേണേഴ്സ് പലരും ഫേസ് ചെയ്യുന്ന ഒരു നമ്മുടെ ഗ്രാമർ മിസ്റ്റേക്സ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സെന്റൻസ് മേക്കിംഗ് എന്നുള്ളത് അല്ലെ. അപ്പൊ അതിൽ നമ്മളെ കോൺഫിഡൻസ് ആക്കുന്നതിന് നമുക്ക് ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്നുള്ളത്. അപ്പൊ അതും നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം നമ്മളെ കോൺഫിഡന്റ് ആക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ആൻഡ് ഓൾസോ നമുക്കറിയാം ഇതൊരു ഓഫ്ലൈൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ പോലും നമ്മൾ മാക്സിമം എല്ലാ പ്രോഗ്രാംസും, അതായത് ഓണം സെലിബ്രേഷൻ ആയിക്കോട്ടെ, ക്രിസ്മസ് സെലിബ്രേഷൻസ് ആയിക്കോട്ടെ, അതല്ലാതെ കോമ്പറ്റീഷൻസ് ആയിക്കോട്ടെ, പല രീതിയിൽ നിങ്ങളെ ആസ് എ ഓഫ്ലൈൻ കോളേജ് എന്നുള്ള രീതിയിൽ തന്നെ അല്ലെങ്കിൽ ഒരു ക്യാമ്പസ് ഓഫ്ലൈൻ ക്യാമ്പസ് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങളെ എൻഗേജ്ഡ് ആക്കാനും ആ ഒരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാനും ലേൺ വൈസ് നിങ്ങൾക്ക് പല രീതിയിലുള്ള കൾച്ചറൽ ഇവന്റ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്ക് ഇനി വരുന്ന ഈ ഓറിയന്റേഷൻ സെഷൻസിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്കൊരു കരിയർ സ്കിൽ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവിന്റെ ഒരു പ്രോഗ്രാം നമുക്ക് അല്ലെങ്കിൽ ഒരു സെഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. BBA ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഇൻസൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെഷൻ ആയിരിക്കും ഈ പറയുന്ന അപ്സ്കില്ലിംഗ് അല്ലെങ്കിൽ കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് എന്നുള്ളത്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതെല്ലാം ഒരു വിത്ത് മെന്റർഷിപ്പ് ലേണേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ആയിരിക്കും, അല്ലെങ്കിൽ വൺ ഓഫ് ദ ടൂൾ ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഓവറോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ സിലബസ് എന്ന്, നമ്മൾ അസൈൻമെന്റ്സ് എഴുതണം അല്ലെങ്കിൽ ടേം ആൻഡ് എക്സാമിനേഷൻ രജിസ്റ്റർ ചെയ്യണം, നമ്മൾ ഇന്ന കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ടൈം ടേബിൾ വെച്ച് നമ്മൾ ഇത് ഫോളോ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ നമുക്ക് ആ ഒരു ടൈം ടേബിൾ നമുക്കറിയാം, നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെങ്കിൽ പോലും ഒരു പുഷ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് എല്ലാവരും അല്ലെ, എല്ലാ ലേണേഴ്സും. അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന ടൈം ടേബിൾ നമുക്ക് എന്താണ് ആ ഒരു പുഷ് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നായിരിക്കും ഈ ടൈം ടേബിൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഡെയിലി നമ്മൾ എങ്ങനെയാണ്, ഏത് സബ്ജക്ട്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്, എത്ര ലെസൺസ് ആണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത് ക്ലിയർലി മെൻഷൻ ചെയ്യുന്ന ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് ഇന്ന് ലോഞ്ച് ചെയ്യുന്നുണ്ട്. വിത്ത് മെന്റർഷിപ്പ് ലേണേഴ്സിനായിരിക്കും നമ്മൾ ആ ഒരു ടൈം ടേബിൾ പ്രകാരം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവുക. അതോടൊപ്പം തന്നെ ഈ ടൈം ടേബിൾ ബേസിസിലായിരിക്കും നമ്മുടെ ലൈവ് സെഷൻസ് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് ആ ടൈം ടേബിൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ടൈം ടേബിൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിനായിട്ട് അനുഷ മാമിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. സോ ഇതാണ് നമ്മുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫോർ BBA July 25 ബാച്ച് സെമസ്റ്റർ 1ന്റെ ടൈം ടേബിൾ ആണ് നമ്മളിപ്പം റിലീസ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഈ സെഷന് ശേഷം കൺസേൺ ആയിട്ടുള്ള മെൻഡർ അല്ലെങ്കിൽ ദാറ്റ് ഇസ് LSEC നിങ്ങൾക്ക് മെൻഡേഴ്സ് ടൈം ടേബിൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും.
സോ ഇതിൽ നമുക്ക് ഏകദേശം നോക്കുമ്പോൾ നമുക്കറിയാം ദാറ്റ് ഇസ് 11th ഓഗസ്റ്റ്, ദാറ്റ് ഇസ് ഇന്ന് തൊട്ടാണ് നമ്മുടെ ടൈം ടേബിൾ ബേസിസിൽ നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. അപ്പം അതിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ, ദാറ്റ് ഇസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ് ആദ്യം പഠിക്കേണ്ടത്, നമ്മൾ കവർ ചെയ്യേണ്ട പേപ്പർ. കാരണം അതിന്റെ റിവിഷൻ ടൈം എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് ദാ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ഈ ഒരു കളർ ചേഞ്ചിൽ വന്നിട്ടുള്ളത് നമ്മുടെ റിവിഷൻ ക്ലാസ്സസിന്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. സോ അതിൽ നമുക്ക് നോക്കാം ബ്ലോക്ക് 1ന്റെ റിവിഷൻ, അതേപോലെ ബ്ലോക്ക് 1ന്റെ റിവിഷൻ ടൈമും കാര്യങ്ങളും നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ബ്ലോക്ക് 2ന്റെ ഉണ്ട്, ബ്ലോക്ക് 3, ബ്ലോക്ക് 4 എല്ലാം വരുന്നുണ്ട്. അപ്പം ഏകദേശം നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തീരുന്നത് 30th ഓഗസ്റ്റ്, ഈ ഒരു മന്തിലാണ് നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അതിനുശേഷം നമ്മൾ സെപ്റ്റംബർ തൊട്ട് നമ്മൾ പഠിക്കേണ്ട പേപ്പർ എന്ന് പറയുന്നത് എൻവയോൺമെന്റ് സ്റ്റഡീസ് ആയിരിക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എൻവയോൺമെന്റ് സ്റ്റഡീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ് എന്ന പേപ്പറാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ അത് നമുക്ക് 27th സെപ്റ്റംബറിലാണ് ഏകദേശം ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഡേറ്റ് നോക്കുക, നിങ്ങൾ ഈ റിവിഷൻ ടൈമിന്റെ ഇവിടെ ഡേറ്റ് നോക്കണം. അപ്പൊ ഈ ഒരു റിവിഷൻ ടൈം ഒക്കെ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ കൺസേൺ ആയിട്ടുള്ള ബ്ലോക്ക് നമ്മൾ അവിടെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, കാരണം നമ്മൾ ആ പോർഷൻസ് ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ റിവിഷൻ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യേണ്ടത്. എങ്കിലാണ് നമുക്ക് ആ ഒരു റിവിഷൻ ക്ലാസ് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതിനുശേഷം ലാസ്റ്റ്ലി നമ്മൾ പഠിക്കേണ്ട ഒരു പേപ്പറാണ് ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇപ്പൊ പലരും ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഒക്കെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് കറന്റ് ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഫിനിഷ് ആ ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് കണ്ടിന്യൂ ചെയ്ത് ഒരു ബ്ലോക്ക് ഒക്കെ ആകുമ്പോഴേക്കും ഫിനിഷ് ചെയ്യാം. എന്നിട്ട് അവർ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമ്മൾ ഈ ഒരു ടൈം ടേബിൾ പ്രകാരം ആയിരിക്കും നമ്മുടെ റിവിഷൻ ക്ലാസ്സസ് പോകുന്നുണ്ടാവുക. സോ ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന റിവിഷൻ ക്ലാസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരിക്കും കേട്ടോ. അപ്പോ പിന്നെ ഇവിടെ നമ്മൾ ഏകദേശം ഈ ഒരു രീതിയിൽ നമ്മൾ പഠിച്ച് തീരുകയാണെങ്കിൽ 13th നവംബർ ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ പോർഷൻസ്, ലൈവ് ക്ലാസ്സസും പോർഷൻസും കാര്യങ്ങളെല്ലാം ഏകദേശം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. ഈ ഒരു 4 പേപ്പർ ഈസി ആയിട്ട് നമ്മൾ നവംബർ ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് നവംബർ 14th തൊട്ട് ബാക്കിയുള്ള നവംബർ 28th വരെ നമുക്ക് സ്റ്റഡി ലീവ് അല്ലെങ്കിൽ റിവിഷൻ അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള ടൈമാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മെൻറ്ററുമായിട്ട് കണക്ട് ചെയ്ത് എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സസിന്റെ വീഡിയോസ്, റെക്കോർഡഡ് വീഡിയോസ് ഒക്കെ നമുക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ അതൊക്കെ നമുക്ക് ഒന്നുകൂടെ കാണാനും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും ഒക്കെ നമുക്ക് ഈ ഇത്രയും ഒരു ഏകദേശം ഒരു 10-15 ദിവസം നമുക്ക് അവിടെ സമയമുണ്ട്. സോ ഇതാണ് നമ്മുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. സോ ആഫ്റ്റർ ദ സെഷൻ മെന്റേഴ്സ് ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ടൈം ടേബിൾ എന്താണെന്നുള്ളത് എല്ലാവർക്കും ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ, എങ്ങനെയായിരിക്കും എന്നുള്ളത്. നിങ്ങൾക്ക് ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസേൺ മെന്ററിനെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു സെഷനിലെ ആക്ഷൻ ടാസ്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ്ലി നമുക്ക് ഈ ഒരു ആക്ഷൻ ടാസ്ക്, നമ്മുടെ ഈ ഒരു സെഷന്റെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത് ഭയങ്കര ഷോർട്ട് ആയിട്ടുള്ള ഒരു ആക്ഷൻ ടാസ്ക് ആണ്. നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടും പണികളൊന്നും ഇല്ല. സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ ടാസ്ക് ആണ്. നമുക്ക് ഇപ്പൊ ഇത്രയും കോഴ്സസ്, അല്ലെങ്കിൽ ഈ കോഴ്സസ് പറയുന്നത് നമ്മുടെ സബ്ജക്ട്സ് ആണ്. ഇത്രയും സബ്ജക്ട്സ് നമ്മൾ ഫസ്റ്റ് ഇയർ ഡിസ്കസ് ചെയ്തു. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, റാങ്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ആ ഒരു ടോപ്പ് ടു ലീസ്റ്റ് എന്ന രീതിയിൽ നമ്മളത് റാങ്ക് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഞാൻ ആക്ഷൻ ടാസ്ക് നിങ്ങൾക്ക് എങ്ങനെയാണ്, അതായത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതെങ്ങനെ ഫില്ല് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു. സോ ഇതാണ് നമ്മുടെ ആക്ഷൻ ടാസ്ക്, അതായത് സിലബസ് ഡീകോഡിങ്, ഈ ഒരു സെഷന് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് അതിൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ നമ്മുടെ ഫുൾ നെയിം ആദ്യം കൊടുക്കുക. അതിനുശേഷം നമ്മൾ എൻറോൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാം ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യുക, BBA എന്നുള്ളത്. പിന്നെ അസൈൻ ചെയ്തിട്ടുള്ള മെന്റർ അല്ലെങ്കിൽ LSCയുടെ നെയിം നമ്മളവിടെ കൊടുക്കണം. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ റാങ്കിങ് ആണ് ഇവിടെ വരുന്നത്. സോ ഈ ഒരു സ്റ്റെപ്സും കാര്യങ്ങളെല്ലാം കെയർഫുള്ളി നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു ഇയർ 1ന്റെ കോഴ്സസ് ആണ് കംപ്ലീറ്റ്ലി ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ കോഴ്സ് ടൈറ്റിലും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇഗ്നോ സൈറ്റിൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ റാങ്ക് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. മോസ്റ്റ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ദാറ്റ് ഇസ് നമ്മുടെ ഒരു സബ്ജക്ട് എന്ന് പറയുകയാണെങ്കിൽ ദാറ്റ് ഇസ് നമ്മളത് 1നും അതേപോലെ ടിൽ N അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ ഇവിടെ റാങ്കിങ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ദാറ്റ് ഇസ് ഒരു എക്സാമ്പിൾ, MA സൈക്കോളജിയുടെ ഒരു എക്സാമ്പിൾ ആണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഇസ് റാങ്ക് 1ൽ ഒരു സബ്ജക്ട്. അങ്ങനെ അപ്പൊ നമ്മുടെ ആ ഒരു ഇൻട്രസ്റ്റിന് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റാങ്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത കോഴ്സസിൽ നിന്ന് നമുക്ക് ദാറ്റ് ഇസ് നിങ്ങൾക്ക് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോഴ്സ് ഏതാണ്, അത് എന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് എന്നുള്ളത് രീതി ആ ഒരു ആൻസർ അവിടെ കൊടുക്കുക. അതിനുശേഷം തീരെ ലീസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോഴ്സ് ഏതാണ്, അത് അതിന്റെ റീസൺ എന്തുകൊണ്ടാണ് എന്നുള്ളതും കൂടി കൊടുക്കാം. ദാറ്റ് ഇസ് നമുക്ക് നോർമൽ, നമുക്ക് അറിയാം ഇപ്പോൾ കുറെ സബ്ജക്ട്സിൽ നമുക്ക് ചിലത് ഫേവറേറ്റ് അല്ലെങ്കിൽ ചിലത് ഇഷ്ടമായിരിക്കും, ചിലത് നമുക്ക് തീരെ ഇഷ്ടമുള്ള സബ്ജക്ട്സ് ഉണ്ടാവും, അത് നോർമലാണ്. ബട്ട് ഏതാണെന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്യാം. പിന്നെ നമുക്ക് യുവർ ലേണിംഗ് ഇന്റൻഷൻ എന്താണ് എന്നുള്ളത്, നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ്, ജസ്റ്റ് ഒരു PG ഡിഗ്രി എടുത്താൽ മതിയോ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബിയോണ്ട് മാർക്ക് നല്ല ഡീപ്ലി ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അറിയണം, അല്ലെങ്കിൽ അങ്ങനെ എന്താണ് നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു കോളത്തിൽ ആ ഒരു ഓരോ സ്റ്റേറ്റ്മെന്റിന് സൈഡിൽ ഒരു ടിക്ക് മാർക്ക് ഉണ്ട്, ടിക്ക് ബോക്സ് ഉണ്ട്, അതിൽ നമ്മൾ ടിക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്.
ആൻഡ് വീക്ക്ലി സ്റ്റഡി സ്ലോട്ട് നിങ്ങൾ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. ദാറ്റ് നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പിക്ക് ചെയ്യുക. ദാറ്റ് എങ്ങനെ നിങ്ങളിപ്പോൾ പഠിക്കുന്നത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ്. ഇപ്പൊ എല്ലാ വീക്ക് ഡേയ്സ് ഒക്കെ ഒരു മണിക്കൂർ, അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ ഇരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈവനിങ് ആണോ, വീക്ക് ഡേയുടെ ഈവനിങ് നൈറ്റിലാണോ ഇരിക്കുക. പിന്നെ സാറ്റർഡേസിലും സൺഡേസിലും മാത്രം, ഇപ്പൊ വർക്കിംഗ് ഉള്ളവർ ചിലപ്പോൾ സാറ്റർഡേ സൺഡേ പഠിക്കുന്നവരുണ്ടോ. സോ അങ്ങനെ പഠിക്കുന്നതാണോ, അതോ ഡെയിലി കുറച്ച് നേരം വെച്ചിട്ടൊക്കെ പഠിക്കുകയാണോ, അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ അതർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് അവിടെ കൊടുക്കാവുന്നതാണ് ഏത് സ്ലോട്ടിലാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുള്ളത്. ആൻഡ് ഇപ്പം റൈറ്റ് നൗ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ ഒരു ഓറിയന്റേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ ചിലപ്പം, അല്ലെങ്കിൽ തുടക്കത്തിലൊക്കെ ചിലപ്പോൾ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനും അല്ലെങ്കിൽ ഒരു ചെറിയൊരു കോൺഫിഡൻസ് കുറവൊക്കെ ഉണ്ടാവാം അല്ലെ. സോ ഇപ്പം റൈറ്റ് നൗ നമ്മളിപ്പോൾ ഇത്രയും സെഷൻസ് ഒക്കെ കഴിഞ്ഞ് ഇത്രയും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സെഷൻസിലൂടെയൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പൊ 1 ആയാലും 2, 3 എല്ലാത്തിലും കൂടെ. അപ്പം റൈറ്റ് നൗ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എന്താണ് എന്നുള്ളതും കൂടെ അവിടെ റേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. സോ 1 എന്ന് പറയുകയാണെങ്കിൽ ലോ, 2 അങ്ങനെ ആ ഒരു രീതിയിൽ, 5 എന്ന് പറയുകയാണെങ്കിൽ ഹൈ കോൺഫിഡന്റ് ആണ് എന്ന രീതിയിലും. സോ ഇത്രയും കൊടുത്തതിന് ശേഷം ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ, ദാറ്റ് ഇസ് നമ്മുടെ ഈ ഒരു സെഷന്റെ ആക്ഷൻ ടാസ്ക് എന്ന രീതിയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ആക്ഷൻ ടാസ്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ആക്റ്റീവ്ലി സെഷനിൽ എൻഗേജ്ഡ് ആയ ഒരു ലേണർക്ക്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്ന ഒരു ലേണർക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാവുന്ന ഒരു ആക്ഷൻ ടാസ്ക് ആണ്. നിങ്ങളുടെ അഭിപ്രായമാണ് അല്ലെ, ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള സബ്ജക്ട്, നമ്മുടെ സിലബസ് മനസ്സിലാക്കിയതിൽ നിന്നും ഏറ്റവും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള സബ്ജക്ട് ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാസ്ക് ആയിട്ട് തോന്നിയിട്ടുള്ള സബ്ജക്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ സ്റ്റഡി റൂട്ടീൻ എന്താണെന്നുള്ളത് മെൻഷൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മാക്സിമം എല്ലാവരും ഈ ഒരു ഗൂഗിൾ ഫോംസ് എല്ലാം ഫില്ല് ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത്. ആൻഡ് ഓൾസോ നമ്മുടെ ഫസ്റ്റ് സെഷനിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഗൂഗിൾ ഫോം ആയിരുന്നു ഹൊറിസോണ്ടൽ ഫോം എന്നുള്ളത്. അതും നമ്മൾ മസ്റ്റ് ആയിട്ടും ആരെങ്കിലും ഫില്ല് ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഫോംസ് എല്ലാം തന്നെ നിങ്ങളുടെ ഒരു സ്റ്റഡി പാത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നോട്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ ജോയിനിങ്.